യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഈ സാഹചര്യം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ ഹല്ലേലൂയ, അതല്ലേ ഇസ്രായേൽ മക്കളും പറഞ്ഞു. മിസ്രൈമിൽ കിട്ടിയ പോലെ ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ എങ്ങനെയാ പട്ടണത്തിലെ ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്നത്? മരുഭൂമിയിൽ എപ്പോഴും എന്തുണ്ട്? സ്കേർസിറ്റി ഉണ്ട്, എല്ലാത്തിനും കുറവുണ്ട്. മരുഭൂമി യാത്രയിൽ ഒന്നും സുരക്ഷിതമല്ല, അത്രയും നമ്മൾ മനസ്സിലായാൽ മതി. മരുഭൂമി യാത്രയിൽ പരിമിതികളാണ്. പിന്നെ ജീവിക്കാനുള്ളത് കർത്താവ് എന്ത് ചെയ്യും? ഇതിൻ്റെ യാത്രയുടെ പേര് ഹൈവേ യാത്ര എന്നല്ല, ഈ യാത്രയുടെ പേര് പട്ടണത്തിൽ കൂടെയുള്ള ഒരു അടിപൊളി യാത്ര എന്നല്ല. ഈ യാത്ര രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഈ യാത്രയുടെ പേരെന്തുവാ? യെസ്, അത്രയും ചിന്തിച്ചാൽ പോരെ. മരുഭൂമി അറിയാവുന്നവർക്കറിയാം, എന്നിട്ടും ജീവിക്കുന്നല്ലോ എന്നാ ഇല്ലേ? പക്ഷേ വാടിപ്പോകാതെ, വെള്ളം കിട്ടാതെ, അല്ലെങ്കിൽ വരണ്ടു പോകാതെ നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? കൃപയാൽ സന്തോഷത്തോടെ നിൽക്കുന്നല്ലോ. ഈ യാത്രയുടെ പേര് മരുഭൂമി യാത്രയായതുകൊണ്ട് കുറവുകളും ക്ഷീണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഓരോ ആഴ്ചയും ഓരോ ദിവസവും പൊട്ടിക്കാവുന്ന ബോംബുകളെല്ലാം ആര് പൊട്ടിക്കും? ഈ ബുള്ളറ്റ് പ്രൂഫിൻ്റെ പ്രത്യേകത എന്തോ ബുള്ളറ്റ് പ്രൂഫിൻ്റെ അവിടെ കാഡിലാക്കിൻ്റെ ഒരു എയർഫോഴ്സ് നമ്പർ 1 എന്ന് പറഞ്ഞ ഒരു നമ്പർ 1 കാറ് അമേരിക്കൻ പ്രസിഡൻറ്റിനുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രസിഡൻറ്റും എന്ത് ചെയ്തു? പുള്ളിക്കും ഉണ്ട് ഇതുപോലൊരു ഇതൊക്കെ അൾട്രാ ഭയങ്കര പവർഫുള്ളാണ്. എന്ന് വെച്ചാൽ മെഷീൻ ഗൺ അല്ല, റോക്കറ്റ് ലോഞ്ചേഴ്സ്. നിങ്ങൾ കണ്ടതാണല്ലോ കഴിഞ്ഞ ഗാസ യുദ്ധത്തിലൊക്കെ റോക്കറ്റ് ലോഞ്ചർ ചെയ്ത് ടാങ്കൊക്കെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ റോക്കറ്റ് ലോഞ്ചറൊക്കെ നല്ലപോലെ അല്ലെങ്കിൽ അതിൽ നിറയ്ക്കേണ്ടതിനേക്കാൾ അധികമായിട്ട് വെടിമരുന്ന് നിറച്ചാണ് ഈ പലസ്തീനികൾ ഉണ്ടാക്കിയത്. അത് ഇസ്രായേലിൻ്റെ ടാങ്കുകളൊക്കെ എന്ത് ചെയ്തു? ഇരുമ്പ് ഉരുക്ക് ടാങ്കുകൾ പൊട്ടിത്തെറിച്ചത്. പക്ഷേങ്കിൽ ഈ ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ ലോഞ്ചർ വന്നാലും എന്ത് ചെയ്യത്തില്ല, അതവിടെ വെളിയിൽ ഇച്ചിരി പുകയൊക്കെ വരുന്നേ ഉള്ളൂ. ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഒന്നും അറിയത്തില്ല, പുള്ളി എ സിയുടെ തണുപ്പിൽ അവിടെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സാത്താൻ എന്ത് ചെയ്യണം? സാത്താൻ ഇത് ആവശ്യത്തിലധികം ബോംബുകൾ പൊട്ടിക്കും, ഒരു പുക എഫക്റ്റൊക്കെ പുറത്ത് വരും എന്നല്ലാതെ അകത്ത് എന്ത് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മനുഷ്യനെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കൃപയോടുകൂടി നിൽക്കുവാണെങ്കിൽ, ആത്മ നിറവിൽ നിൽക്കുവാണെങ്കിൽ, ഒരു ജേക്കിന് ഒരു ചെറിയൊരു ഫിസിക്സ് അനുസരിച്ചൊരു ബോംബ് പൊട്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാവും എന്നല്ലാതെ അത് നമ്മളെ നിരാശപ്പെടുത്തുവോ മടുക്കുവോ പെറുവെറുപ്പോ. ഈ മടുപ്പും പെറുവെറുപ്പും ജീവിതത്തിൽ കയറിയാലുണ്ടല്ലോ, ജീവിതം മുഴുവൻ പെറുവെറുത്തുകൊണ്ട് അത് 10 കോടി കിട്ടിയാലും പെറുവെറുക്കും, എന്തോ കിട്ടിയാലും പെറുവെറുക്കും. അപ്പം പുതിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അതൊരു മനോഭാവമാണ്, അതൊരു പേഴ്സണാലിറ്റി ഇഷ്യൂ, അതൊരു ക്യാരക്ടർ പ്രോബ്ലം. കുറ്റം കണ്ടുപിടിച്ച് പെറുപെറുക്കുക എന്നുള്ള ഇസ്രായേൽ മക്കളെ പോലെ നമ്മളായി തീരല്ലേ. ഒറ്റ ഒരെണ്ണം എൻ്റെ ദേശത്തിൽ പ്രവേശിക്കത്തില്ലെന്നാണ് യഹോവയായ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് ഈ പെറുപെറുപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? താങ്ക് യു ഇല്ലേ? തന്നതോർത്ത് തരാത്തതോർത്ത് പെറുപെറുക്കുന്ന ഒരു സൈഡിൽ അങ്ങനെ അനേക ദൈവമക്കൾ ആത്മാവിൽ ക്ഷീണിച്ച് ശൂന്യരായി പെറുപെറുക്കുമ്പോൾ, ഉള്ളതോർത്ത് ഇന്നും ജീവനോടുണ്ടല്ലോ, ഇന്നും കൃപയോലുണ്ടല്ലോ. ആദ്യത്തെ റൗണ്ട് കോവിഡും കഴിഞ്ഞു, രണ്ടാമത്തെ റൗണ്ടും നമ്മളെക്കാളൊക്കെ ആരോഗ്യമുള്ളവരൊക്കെ പോയി. സഹോദരൻ, ഇന്നും നമ്മളൊക്കെ കൃപയോടുകൂടി ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? എത്ര അപകടങ്ങൾ വരേണ്ടതാണ്, എത്ര ആപത്തുകൾ, എത്ര പ്രശ്നങ്ങൾ. സഹോദരൻ, ഇന്നും നമ്മൾ ജീവനോടുണ്ടല്ലോ. ഇന്നും നമുക്ക് ആഹാരം കർത്താവ് തരുന്നുണ്ടല്ലോ ഇല്ലേ? നിലവായിട്ട് നിങ്ങളൊക്കെ ആഹാരം കഴിച്ചു. ഇന്ന് രാവിലെ ഉപവാസമായിരിക്കുമല്ലോ ഇല്ലേ? ഇവിടെ രാവിലെ ആഹാരം കഴിച്ചിട്ട് ഇവിടുന്ന് ഏമ്പക്കത്തോടുകൂടിയും അല്ലെങ്കിൽ ഉപവാസത്തോട് ഞായറാഴ്ച വന്നാൽ ഏറ്റവും നല്ലത്. അല്ലാതെ ഒന്നും നമ്മൾ അധികം ഒന്നും ഉപവസിക്കുന്നില്ല. നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാം, പഴയ പോലെ ഒന്നും നമുക്ക് ഓരോ എക്സ്ക്യൂസസാണ്. കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം കൂടെ ഒക്കെ ഒന്ന് ഉപവസിക്കാൻ പറ്റിയാൽ, ഒന്ന് ഏകാഗ്രതയോടുകൂടി ഈ സ്തോത്രം ശരീരം അങ്ങ് ചീർത്തിരിക്കാതെ ഒന്ന് ശരീരം ഒന്ന് ക്ഷീണിച്ചോട്ട് ആത്മാവിൽ ഒന്ന് പുതുക്കം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. ചില കാര്യങ്ങൾ ഞാനൊന്ന് റിമൈൻഡ് ചെയ്തു മാത്രമേ ഉള്ളൂ. കാരണം 2 കൊരിന്ത്യർ കട്ടിയാണ്. ഇനിയും മുൻപോട്ട് പോകാൻ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ജീവിതം, ചിന്ത എല്ലാം മാറ്റുന്നതാണ്. 10ാമത്തെ വാക്യം വായിച്ചു. ഇത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എങ്ങും എത്തത്തില്ല, നമ്മൾ എങ്ങും എത്തത്തില്ല. യേശുവിൻ്റെ ജീവൻ എൻ്റെ ജീവിതത്തിൽ നിറയേണ്ടത്, എൻ്റെ ഈ ജീവിതത്തിൽ ദ ലൈഫ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ജീവൻ. യേശുവിൻ്റെ ജീവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞത് എന്തുണ്ടാകുന്നത്? മടുപ്പ്, പെറുവെറുപ്പ്. രക്ഷിക്കപ്പെട്ടിട്ട് ഒത്തിരി വർഷങ്ങളായി, അന്നൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു. ഇന്ന് എന്തുവാണ്?
മടുപ്പ്. അതെന്തോ സംഭവിച്ചത്, ഈ മരുഭൂമി യാത്രയുടെ ഇടയ്ക്കോ എവിടേക്ക് ആരോ എന്തൊക്കെയോ പറഞ്ഞതൊക്കെ അകത്ത് കയറി, സാത്താൻ ചെവി വന്ന് പറഞ്ഞതൊക്കെ എന്നെ അഫക്റ്റ് ചെയ്തു. അവസാനം എനിക്കെന്തായി തീർന്നു? ആത്മീയ ക്ഷീണമുണ്ടായി. ഞാൻ കുറച്ചു നേരം പെറുവിറുക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ മുൻപോട്ട് പോകാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല, എന്നെ വിട്ടങ്ങ് അപ്പോഴും പേര് ഇന്നകാരൻ എന്നൊക്കെ ആയിരിക്കും, ഇന്ന സഭക്കാരൻ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ യേശുവിൻ്റെ ജീവനുള്ള ഒരു വ്യക്തി, പത്രോസും യോഹന്നാനും ജീവൻ പ്രാപിച്ചപ്പോൾ അവർ പറയുന്നത് എന്തോ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ജീവനാണ്, യേശുവിൻ്റെ ജീവനാണ്. അവർ പറയുന്നത് ഞങ്ങളെങ്ങനെ മിണ്ടാതിരിക്കും? ജീവനില്ലാത്തവർ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളെങ്ങനെ മിണ്ടൂല്ലേ? അയ്യോ ഇപ്പം നിയമം ഇങ്ങനെയാണ്, എല്ലാവരെയും ഇത് ചെയ്യണം എന്നാണ്, അങ്ങനെയാണ് നിയമം. നമ്മുടെ നേവൽ ഓഫീസേഴ്സ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ അവിടെ നോർത്തിലായിരുന്നപ്പോൾ നമ്മുടെ വിശ്വാസികൾ 85%. അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യും. നിങ്ങൾ ആൾക്കാരോടൊക്കെ ഒന്ന് കർത്താവിനെ പറ്റി പറ. നിങ്ങൾ ഇത്രയും പേര് നോർത്ത് ഇന്ത്യൻസൊക്കെ നിങ്ങളോട് ജോലി ചെയ്യുമ്പോൾ ഒരാളെപ്പോലും ഒന്ന് ദൈവസന്നിധിയിലൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത എന്നാ? അവരിടയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പാസ്റ്ററെ, അത് നേവിക്കകത്തുള്ളൊരു ഫോഴ്സിൻ്റെ അകത്ത് പൊതുവേ ഉള്ളൊരു നിയമമാണ്, വി ഷുഡ് നോട്ട് ടോക്ക് റിലീജിയൻ. മതത്തെപ്പറ്റി പറയാൻ പാടില്ല. അത് അവരുടെ നിയമം ആയിക്കോട്ടെ. നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ ജീവൻ വരുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ജോലി സ്ഥലത്ത് IT കമ്പനീസിൽ കാണും, MNCസിൽ കാണും. ജോലി സ്ഥലത്ത് എന്ത് പാടില്ല? സാത്താൻ നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുക, നിങ്ങൾ ആരും എന്ത് പറയില്ല. അവർ മതമല്ലല്ലോ നമ്മൾ പറയുന്നത്, നമ്മൾ പറയുന്ന ലോകരക്ഷിതാവിനെ പറ്റിയാ. ഇനി ആർക്കാണേലും രക്ഷ വേണമെങ്കിൽ സ്വർഗത്തിൻ്റെ കീഴെ, ആകാശത്തിന് കീഴെ, ഭൂമിയുടെ മേതെ രക്ഷ പ്രാപിപ്പാൻ എല്ലാവർക്കും ഈ ഒരു നാമമേ, അത് പറഞ്ഞാലേ പറ്റൂ. അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. നമ്മൾ നമ്മുടെ മതം അല്ലെങ്കിൽ പറയുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നല്ല, അവർക്ക് രക്ഷകനെ മനസ്സിലാകുവാൻ ഉള്ള രീതിയിൽ ഓരോരുത്തരോട് ഇടപെടുമ്പോൾ അത് മനസ്സിലാകുവാൻ രീതി പറയാനല്ല. അത് എത്രത്തോളം നമുക്ക് പറയുവാൻ കഴിയുന്നില്ല. ഇവിടെ എഴുതിയേക്കുന്ന യേശുവിൻ്റെ ജീവൻ, പത്രോസും യോഹന്നാനും പറഞ്ഞ ആ ജീവൻ വന്ന് പിന്നെ അവർ ഞങ്ങളെ അടിച്ചു, അടുത്ത കവലെ പ്രസംഗിക്കലെന്ന് പറഞ്ഞു, ഇനി മേലി ഈ നാമത്തിൽ മിണ്ടിപ്പോയക്കലെന്ന് പറഞ്ഞു. ഈ അടി കൊള്ളാൻ, നാണം കെടാനൊക്കെ പബ്ലിക്കായിട്ട്, കവലെ നാണം കെടാൻ പബ്ലിക്കായിട്ട് അടിച്ചപ്പോൾ ഇതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ല. അവരിത് ഉള്ളിൽ ചാടി ലോട്ടറി അടിച്ചതിനേക്കാൾ വലിയ സന്തോഷത്തിൽ അവർ മുൻപോട്ട് പോകും. ഇവിടെ എഴുതിയേക്കുന്നത് ഈ ജീവൻ, നമുക്ക് കൊതി വരും ആ ജീവനെ പറ്റി പറയുമ്പോൾ ഇല്ലേ. പൗലോസ് പറയുന്ന ഒരു ജീവൻ, യേശുവിൻ്റെ ജീവൻ. ഇത് ചെറിയ ജീവനല്ല. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർത്തിയ ഒരാത്മാവ്. ഈ ജീവൻ ഉണ്ടേലേ ഇനിയുള്ള കാലത്ത്, അന്ത്യകാലത്ത് പ്രവർത്തിക്കുവാൻ കഴിയൂ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ കഴിയൂ. നിങ്ങൾക്കറിയാമോ, നോർത്ത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ, നമ്മുടെ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്ന്, ഭോപ്പാലിൽ നിന്ന് വന്ന പാസ്റ്റർ എന്തോ പറഞ്ഞു, എന്നോടും പറഞ്ഞു, ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ ചിന്തിക്കുക. ആരാധിക്കാൻ പറ്റത്തില്ല, ഒരാളെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച ചില പാസ്റ്റർമാരെ പിടിച്ചല്ലോ, ഒരു പാസ്റ്ററും ഒരു വ്യക്തിയോട് ചേർന്ന്, ഇനി പാസ്റ്റർ തന്നെയാണല്ലോ, കുടുംബത്തോടു കൂടിയാണ്, ഒരു വിശ്വാസിയുടെ വീട്ടിൽ, അല്ലാത്തവരുടെ വീട്ടിലല്ല, അവരുടെ ഒരു വിശ്വാസി. കാര്യം ആരാധനയില്ല നാളുകളായിട്ട്, എല്ലാം ഓൺലൈൻ ആരാധനയൊക്കെയാണ്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഭവനം സന്ദർശിക്കാൻ മാസത്തിലൊരിക്കലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കിയിരിക്കും. അതിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ പോലീസിനെ വിളിക്കും. അവരിവിടെ വന്നിട്ടുണ്ട്. ഉടനെ ഒരു പാസ്റ്റർ ഒരു വ്യക്തി വിസിറ്റ് ചെയ്താൽ പിടിച്ചുകൊണ്ട് പോവുക, ജാമ്യമില്ല വകുപ്പിൽ അറസ്റ്റ് ചെയ്യുക. ഇത് എല്ലായിടത്തും വന്ന് സ്പ്രെഡ് ചെയ്ത് എവിടെ വരെ അടുത്തെത്തിയിട്ടുണ്ട്. തെലങ്കാനയായിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഫേവറായ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഇനി അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്വാതന്ത്ര്യമൊക്കെ പോവും, ആരാധിക്കാൻ പറ്റാതെ വരും. യേശുവിൻ്റെ ജീവൻ ഇല്ലാത്തവരൊക്കെ പിന്തിരിഞ്ഞു പോവും. യേശുവിൻ്റെ ജീവൻ ഇല്ലാത്തവർ പിന്മാറിപ്പോവും. ചിലരുടെ പിന്നെ അനുഭവം എന്തോന്നറിയോ, തിരിച്ചിനി പള്ളിയിൽ പോകാൻ പറ്റത്തില്ലല്ലോ, അല്ല അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാം, ആരാധനയ്ക്കും അതിനുള്ള ജീവനില്ല, ധൈര്യമില്ല, പിന്നെ ചുമ്മാ അങ്ങ് ഇരിക്കാം എന്ന് വിചാരിച്ച് അനേകർ മടുത്തു പോകും. വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹത്തിലും ആത്മാവിൻ്റെ ശക്തിയിലും മടുത്തു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊരു ഫോമിലായ യേശുവിൻ്റെ ജീവൻ എന്നിൽ വെളിപ്പെടണോ, യേശുവിൻ്റെ മരണം ഞാൻ വഹിച്ചാലേ പറ്റൂ, യേശുവിൻ്റെ ക്രൂശ് ഞാൻ വഹിച്ചാലേ പറ്റൂ. എത്ര വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നില്ലേ. അപ്പോഴാണ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പത്രോസും യോഹന്നാനും ഒക്കെ കിട്ടി. ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ ധൈര്യം വരുന്നത്? പത്രോസും യോഹന്നാനെ പറ്റി എഴുതിയേക്കുന്നത് അവർക്ക്, ആൾക്കാർക്ക് അറിയാം, യെരുശലേമിലുള്ളവർക്ക് ഈ പത്രോസിനെയും ഈ യോഹന്നാനെ അറിയാം. നമ്മുടെ ദേശത്ത് നമ്മളെ അറിയാവുന്ന പോലെ യെരുശലേമിലുള്ളവർക്ക് ഇവർക്ക് നേരത്തെ ഇല്ലായിരുന്നു ഈ ധൈര്യം. ഇവർക്കൊരു വാക്ക് പബ്ലിക്കിൽ നിന്ന് പറയാൻ അതിനുള്ള വിദ്യാഭ്യാസവും കാണത്തില്ല, അതിനുള്ള ഭാഷയില്ല, അതിനുള്ള കർത്താവിനെ പറ്റിയോ അല്ലെങ്കിൽ ആ സ്വർഗത്തെ പറ്റിയോ ഒന്നും പറയുവാനുള്ള അറിവില്ല. അങ്ങനെ ഒരു ടീച്ചേഴ്സ് അല്ലല്ലോ,
ഇവരെങ്ങനെ ഉപദേശിക്കും, ഇവരെങ്ങനെ പഠിപ്പിക്കും? ഇവർ പ്രാസംഗികരല്ല, ഇവരെങ്ങനെ പ്രസംഗിക്കുന്നു പബ്ലിക്കിൽ? ഇവർക്ക് ധൈര്യമില്ല. പത്രോസിനെ നിങ്ങൾ കണ്ടില്ലേ? കൊച്ചു പെണ്ണിൻ്റെ മുമ്പേ എനിക്ക് ആ മനുഷ്യനെ അറിയത്തുമില്ല, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുമില്ല, ആ മനുഷ്യൻ്റെ ആരെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ച് പ്രാഗിയും എനിക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ജീവനെ പേടിച്ച് മരണഭീതി വന്നിട്ട് 3 വട്ടമായില്ലേ, അറിയത്തില്ല, എനിക്ക് ആ യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എത്രത്തോളം ഈ ഭീരുവാണ്. അടി കൊണ്ടിട്ടും ഗവൺമെൻറ് താക്കീത് ചെയ്ത്, അന്ന് ചക്രവർത്തി ഭരിക്കുന്ന സമയമാണ്, ഒരിക്കൽ താക്കീത് ചെയ്ത് പിന്നെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്ത് അങ്ങനത്തെ ജയിലിലായിരിക്കും ഇടുന്ന മരണം വരെ എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ അല്ലെങ്കിൽ തൂക്കിലേക്കോ വാള് വെച്ച് വെട്ടുകയോ ഒക്കെ ചെയ്യും. ഇതൊന്നും പത്രോസിന് ഇപ്പോൾ ഒരു വിഷയമല്ല. നിനക്ക് എങ്ങനെയായി ധൈര്യം വന്ന്? അനേകർ പറയും, ദൈവമക്കൾ പറയും, എനിക്ക് ധൈര്യമില്ല, കർത്താവിന് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ധൈര്യമില്ല, ആരാധനയ്ക്ക് വരാൻ ധൈര്യമില്ല, മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ ധൈര്യമില്ല. ഈ ധൈര്യം വരണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ക്രൂശ് വഹിക്കണം. കർത്താവ് അനുവദിക്കുന്ന നമുക്കൊക്കെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ തിരിഞ്ഞ് ചിന്തിച്ചാൽ അല്പമെങ്കിൽ ധൈര്യമുള്ളതിൻ്റെ കാരണം എന്തുവാ? ഇന്ന് വചനം പറയുന്നല്ലേ, വചനം വ്യക്തമായിട്ട് 11-ാമത്തെ വാക്യം, ഈ 2-3 വാക്യത്തിൽ ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെയും ഇത് തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുക. ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞു ഈ ജീവൻ വെളിപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ മരണം ഞാൻ വഹിച്ചാലേ പറ്റൂ. ഇവിടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുക, ഈ മർത്യ ശരീരത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ഇറ്റ്സ് വീക്ക്. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ഇറ്റ്സ് എ മോർട്ടൽ ബോഡി. ഇറ്റ്സ് വീക്ക്, മോർട്ടൽ, നശിച്ചു പോകുന്നത്, നാശത്തിലേക്ക് പോകുന്നത്. നല്ല 25-ലും 30-ലൊക്കെ നല്ല ബലമാണ്, ധൈര്യമാണ്. അതൊരു സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ആ ജഡത്തിലുള്ള രക്തത്തിളപ്പിലൊക്കെ ഉള്ള 35 ആകട്ടെ, ഇവിടെയൊക്കെയോ ക്ഷീണങ്ങൾ തട്ടുന്നു. 40-ഓ 45-ഓ ആകട്ടെ, ആകപ്പാടെ ക്ഷീണവുമായി കണ്ണും മങ്ങി. 50-ഓ 55-ഓ ഒക്കെ ആകുമ്പോൾ എന്തുവാ? പിന്നെ നമുക്കറിയാം അതിൻ്റെ വിരയിലും അതിൻ്റെ ചെറിയ പ്രോബ്ലംസും, പഴയ പോലെ പറ്റുന്നില്ല, ഓർമ്മശക്തി ഇല്ല. 65-75 ഇവിടെ പ്രായമുള്ളവരൊക്കെ ഇരിക്കില്ല. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? എൻ്റെ ഈ മർത്തിയ ശരീരത്തിൽ. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഓരോ ഏജിൻ്റെ ഫാക്ടറാണ് ഞാനീ പറഞ്ഞത്. നമ്മളെല്ലാവരും ആ ഏജിൽ കൂടി കടന്നു പോകും. പഴയ പോലെ പറ്റാത്ത ഈ ശരീരത്തിന് ക്ഷീണം വരും, പക്ഷേ ആത്മാവിന് ക്ഷീണം വരില്ല കേട്ടോ. ഈ ശരീരത്തിന് ക്ഷീണം വരും, പക്ഷേ മർത്തിയ ശരീരമാണ്. നമ്മുടെ അകത്തെ മനുഷ്യന് ക്ഷീണം തട്ടിയാൽ അത് പ്രശ്നമാണ്. നമുക്കറിയാമല്ലോ, ചെല്ലിയാട്ട്, ചീക്കാട്ട് മരങ്ങൾക്കൊക്കെ വരും. ഫംഗസ് ആയിട്ട് ചെടികൾ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം. ഒരിക്കൽ ആ ചീക്ക് തട്ടിയാൽ, ഫംഗൽ ഇത് തട്ടിയാൽ പിന്നെ ആ ചെടിയാട്ട്, തെങ്ങാട്ട് മുരടിച്ചു പോവും. ഓലയൊക്കെ ചുരുണ്ടു വരും. തേങ്ങയൊന്നും നിൽക്കത്തില്ല, വിളയുന്നതിന് മുമ്പേ താഴെ വീരും. തേങ്ങ എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ റബ്ബറിനും ഉണ്ട്, എല്ലാ മരങ്ങൾക്കും ഉണ്ട്. ഒരിക്കൽ ക്ഷീണം തട്ടിയാൽ ആത്തെ മനുഷ്യൻ ഉടനെ അതെന്ത് ചെയ്തോണം? കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും റിപ്പയർ ചെയ്തോണം. അല്ലേ കാഴ്ചപ്പാട് മാറും. കർത്താവിന് വേണ്ടി എന്തിനാ ഇത്രയും നിൽക്കുന്നത്? ഒരു കാലത്ത് നിന്നതൊക്കെ എന്തിനാ? അവർക്ക് തന്നെ അറിയാതായിപ്പോൾ. എന്നോടിപ്പോൾ ഒരാൾ ചോദിച്ചാൽ ഞാനിപ്പോൾ അതുപോലെ ക്ഷീണത്തിൽ കൂടെ കടന്നു പോകാം, എന്തിനാ കർത്താവിന് വേണ്ടി ഇത്രയും നാൾ കഷ്ടം സഹിച്ച? വില കൊടുത്തത് എന്തിനാ? അതൊക്കെ വെറുതെ ആയിപ്പോയി, അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ നിരാശയിൽ അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ആരും ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകല്ലേ. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ എൻ്റെ ഈ ശരീരം മർത്യം. വിശുദ്ധ അപ്പോസ്തലപ്രവൃത്തി 1-ാം വാക്യത്തിൽ എന്തോ പറഞ്ഞു? When the Holy Spirit comes upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് പിന്നെ അടങ്ങിയിരിക്കത്തില്ല. കൊച്ചി ദേശത്ത്, അടുത്ത ദേശത്ത് അങ്ങനല്ലേ പറയുന്നത്? അല്ല, അവരായിരിക്കുന്ന യെരൂശലേമിൽ, യഹൂദയിൽ, പിന്നെ അടുത്ത പ്രോവിൻസ് സമരിയയിൽ, പിന്നെ ഗലീലയിൽ, പിന്നെ എന്ത് ചെയ്യും? ഇസ്രായേൽ മുഴുവൻ കഴിഞ്ഞു. 3 പ്രോവിൻസേ ഉള്ളൂ ഇസ്രായേൽ. പിന്നെ എന്ത് ചെയ്യും? ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളായിത്തീരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ. അപ്പം വെറും പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നത്, വന്നെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ചിലരങ്ങ് തർക്കിക്കും, എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന്. ഞാൻ കേട്ടില്ല, 2 ലൈൻ അന്യഭാഷ പറയുന്നുണ്ടല്ലോ. അതൊന്നും അല്ല പരിശുദ്ധാത്മാവിൻ്റെ തെളിവ്. നിൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, ശക്തി ഉണ്ടാകും. നിനക്ക് ശക്തിയുണ്ട്, നീ ധൈര്യമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കും, ധൈര്യമായിട്ട് ബാക്കിയൊന്നും നിനക്കൊരു വിഷയമായിരിക്കത്തില്ല. ബാക്കി എന്ത് പിശാചും ചെവി പറഞ്ഞാൽ അതൊന്നും എനിക്കൊരു പ്രോബ്ലം അല്ല. പിശാചെ കാര്യം എന്ത് ഉണ്ടോ? ശക്തിയുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന നമ്മൾ എല്ലായ്പ്പോഴും
ഞാൻ തന്നെ യേശുവിൻ്റെ മരണത്തിന് എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കുന്നു. ഇത് കർത്താവ് സംസാരിക്കുവാ, ഇല്ല എനിക്ക് കഷ്ടം സഹിക്കാൻ പറ്റും, ഓടിച്ചിട്ട് ചെവിയെ പിടിച്ചുകൊണ്ട് വലിച്ചു വന്നിട്ട് സഹിക്കാൻ നീ അങ്ങനെ ആരെ പറ്റിയും പറയത്തില്ല. നിനക്ക് മരുഭൂമി യാത്രയിൽ ഈ ക്രൂശിൻ്റെ പാതയിൽ പോകണോ? ദിസ് ഇസ് ദ പാത്ത് ഓഫ് ദ ക്രോസ്. ക്രൂശിൻ്റെ പാത തന്നെയാണ്. ഇവിടെ കഷ്ടതകളുണ്ട്, മുള്ളുണ്ട്, ഞെരുക്കമുണ്ട്. യേശു പോയ വഴിയല്ലേ, ക്രൂശുണ്ട്. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്നും ഓരോ ദിവസവും ഓരോന്നുമായിരിക്കും. നമ്മൾ സഹിച്ചതിലേ പറ്റൂ. രക്ഷിക്കപ്പെടുന്ന സമയത്തല്ല മരണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചില്ലേ, ജീവൻ ഈ ശരീരത്തിൽ ഉള്ളിടത്തോളം ക്രൂശ് സഹിച്ചാലേ പറ്റൂ. ആസ് ലോങ് ആസ് ദർ ഇസ് ലൈഫ് ഇൻ മൈ ബോഡി, ഈ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കർത്താവിൻ്റെ ക്രൂശ്. അപ്പോൾ അവസാന ദിവസം വരെയും, കാഹള ദിവസം വരെയും ക്രൂശ് സഹിച്ചാലേ പറ്റൂ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ഈ മർത്തിയ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടണോ? എന്തുവാ? ക്രൂശ് സഹിച്ചാലേ പറ്റൂ. എത്ര വ്യക്തമായില്ലേ? കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതയ്ക്കെല്ലാം 100 ഇരട്ടി പ്രതിഫലം. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മർക്കോസിൽ നിന്നൊന്ന് വായിക്കാം. അറിയാവുന്ന വാക്യം 100 ഇരട്ടി പ്രതിഫലം എന്നുള്ള വാക്യം ഒന്ന് വായിക്കാം. മർക്കോസ് 10:29-30. മാർക്ക് 10:29-30. ഇത്ര ഈ പറഞ്ഞ കാര്യമല്ലേ നമുക്ക് ഭയങ്കരം. അപ്പൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, പിന്നെ വസ്തു, നിലം, ഭൂമി, വീട്. ഇതാണ് നമ്മുടെ മനസ്സ്. ഈ സെൻറ്റിമെൻറ്റ്സ് ആദ്യം അങ്ങ് പോകണം. അപ്പനും അമ്മയും മക്കളും വസ്തുവും സഹോദരങ്ങളും ആര് നോക്കിക്കോളും? അതൊക്കെ താൽക്കാലിക ബന്ധമാണ്. ഈ വീടും വസ്തുവുമായിട്ടുള്ള ബന്ധം, വീടും കൊണ്ടാണോ ഞാൻ ഒത്തിരി പേര്, നമ്മളൊക്കെ ദൈവദാസന്മാരെല്ലാം അടക്കം നടത്തുന്നത്? 2023 തന്നെ ഒത്തിരി അടക്കം നടത്തുവാനിടെ ഒത്തിരി അടക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതും കൊണ്ടാണോ നമ്മൾ ആരും, ഞാൻ കണ്ടിട്ടില്ല കുഴിക്കകത്ത് ബോഡി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വീടും വസ്തുവൊക്കെ വെക്കുന്ന, ആധാരമെങ്കിൽ വെച്ച് കൊടുക്കുന്ന കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോകില്ല, ആരും ഇതുകൊണ്ട് പോകുന്നില്ല. ഇത് അടുത്ത തലമുറയ്ക്ക് പാസ് ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലെ അവരുടെ കാലത്ത് തന്നെ വിൽക്കുകയോ എന്തോന്നൊക്കെ ചെയ്ത് അത് തീർത്തിട്ട് പോകത്തേ ഉള്ളൂ. ആരും അതും കൊണ്ട് പോകുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് എന്നാൽ മക്കൾ ആരെങ്കിലും സ്നേഹമുണ്ടോ, ഞാനും ഒന്ന് പപ്പയുടെ കൂടെ പോയേക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ചാടുന്ന കണ്ടിട്ട് ഒന്നുമില്ല. ആ കാര്യം ആദ്യത്തെ മണ്ണിടുന്ന പേരെ കാര്യം, രണ്ടാമത്തെ മണ്ണിടും, മൂന്നാമത്തെ മണ്ണൊക്കെ ഇട്ട് കഴിയും, പിന്നെ അടുത്ത ചായയും കാപ്പിയൊക്കെ അങ്ങോട്ടൊക്കെ മാറിയെങ്കിൽ പോകും. പിറ്റേ ദിവസം കർത്താവ്, ദൈവമക്കൾ പ്രത്യാശ കർത്താവ് തരുമല്ലോ. ഇതൊരു മരണം ഒരു നിത്യ അന്ത്യമല്ലല്ലോ, ഇതൊരു പോസ് മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ റീപ്ലേ ഉണ്ട്, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഇതൊരു പോസ്, ഒരു നിദ്ര. അവിടെ ചെല്ലുമ്പോൾ കാണാം എന്ന് ദൈവദാസനും ദൈവമക്കളും ചേർന്ന് ആ പ്രത്യാശയോടെ കുടുംബത്തെ ആശ്വസിപ്പിച്ച്, കുടുംബവും വലിയ പ്രത്യാശയോട്. അത്രയോ എൻ്റെ നിമിത്തമോ സുവിശേഷം നിമിത്തമോ വീട്, സഹോദരന്മാർ, വിട്ടാൽ ഇറ്റ്സ് ഓപ്ഷണൽ. ഓപ്ഷനല്ല, നിങ്ങൾ അതും വേണേൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാം, അതിന് പ്രാധാന്യത കൊടുക്കാം. യേശു പറയുന്ന വിട്ടാൽ, ഇഫ് ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സ്തോത്രം. നമുക്ക് കർത്താവിൽ വളരുവാനും കർത്താവിൻ്റെ ജീവൻ പ്രാപിക്കുവാനും തടസ്സം അപ്പനും അമ്മയും മക്കളെയും ഇറക്കി വിടാനല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ഫുഡ് കൊടുക്കല്ല, അല്ലെ അവരെ നോക്കല്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലല്ലേ സഭയുമായിട്ട് ബന്ധമുണ്ട്, കുടുംബവുമായിട്ട് ബന്ധമുണ്ട്, അല്ലല്ലോ നമ്മളൊക്കെ ഓരോ ഭവനത്തിൽ താമസിക്കുന്നു, അതിൻ്റെ ടാക്സൊക്കെ അടച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? റിക്കവറി നോട്ടീസ് അയച്ചു തരും. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തേലേ പറ്റൂ ലോകത്തിൽ. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രാധാന്യത എത്ര? താൽക്കാലിക ബന്ധത്തിന് പ്രാധാന്യം 10-15% അത്രയേ ഉള്ളൂ. നിത്യ ബന്ധത്തിനാണ് പ്രാധാന്യം. അപ്പം നമ്മളെ വിളിച്ച വിളിക്ക് തടസ്സമായിട്ട് ഇതൊന്നും തീരല്ല. അന്ന് ഒത്തിരി കഷ്ടതയിൽ കൂടെ കടന്നു പോയത്. അന്ന് ഓരോ തലമുറകളാ, ചിലപ്പോൾ അപ്പനും അമ്മയായിരിക്കും വിശ്വാസി വന്നത്, ചിലപ്പോൾ മക്കളായിരിക്കും ആദ്യം വിശ്വാസിലും. അപ്പം അവരുടെ യഹൂദന്മാരായ പേരൻസ് ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, അവർ അതൊക്കെ ഒരു തടസ്സമായിരുന്നു. അവർക്ക് 2 ഓപ്ഷനായിരുന്നു. വേണേൽ കമ്മ്യൂണിറ്റിയെ സന്തോഷിപ്പിച്ച് കുടുംബത്തെ സന്തോഷിപ്പിച്ച് നിൽക്കാം, പിതാക്കന്മാർ വന്ന വഴി നിൽക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതെല്ലാം വിട്ടിട്ട് യേശുവിന് വേണ്ടി ഇറങ്ങണം. അവരുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. അവരും ഇറങ്ങേണ്ട സമയത്ത് എന്ത് ചെയ്യും? ഇറങ്ങുവാൻ വേണ്ടി നിത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഈ ലോകത്തിൽ നിങ്ങൾ ഇഫ് യു forsake ഇറ്റ് ഫോർ ക്രൈസ്റ്റ് ഓർ ഫോർ ദ ഗോസ്പൽ സേക്ക് എഴുതിയിരിക്കുന്നത്, സുവിശേഷ നിമിത്തമോ യേശു നിമിത്തമോ അത് വിടുവാന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനല്ല പ്രാധാന്യത യേശുവിനും സുവിശേഷത്തിനുമോ.
അതാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. അവരൊന്നും ഞാൻ പറഞ്ഞില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രാധാന്യത എന്തുവാ? യേശുവിനും യേശുവിൻ്റെ വചനത്തിനുമാണ്. അത്രയും മാത്രം മനസ്സിലാക്കിയതോ ബാക്കിയൊക്കെ കാര്യം കർത്താവ് നോക്കിക്കോളും. കർത്താവ് തന്നതല്ലേ കുടുംബമൊക്കെ നമുക്ക്, കർത്താവ് തന്നതല്ലേ ഭവനോ വസ്തുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം എന്ന് കർത്താവ് ഓരോ സമയത്ത് പറഞ്ഞു. അതിനുള്ള പ്രാധാന്യത ഇച്ചിരേ ഉള്ളൂ. അങ്ങനെ വിട്ടാൽ ഇറ്റ്സ് ഓപ്ഷണൽ. അങ്ങനെ നിങ്ങൾ വിട്ടാൽ യേശു നിമിത്തം അതിന് പ്രാധാന്യത മാറ്റി, ഇഫ് യു forsake it for Christ, വിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് വരത്തുള്ളൂ? കഷ്ടതയോടുകൂടി 100 ഇരട്ടി സ്വർഗത്തിൽ 100 ഇരട്ടി പ്രതിഫലവും ഈ ലോകത്തിലും. നിങ്ങൾ പലരും വിചാരിക്കും, അയ്യോ സ്തോത്രം, എനിക്ക് അവരൊന്നും സപ്പോർട്ടില്ലല്ലോ. അതിനെ കുടുംബത്തെക്കാൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ 100 ദൈവമക്കളെ കർത്താവ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. സ്വന്തം ഭവനമില്ലെങ്കിലും സ്വന്തം ഭവനത്തെക്കാൾ മനോഹരമായിട്ട് സന്തോഷമായിട്ട് താമസിക്കുവാൻ ദൈവം ഒരു താൽക്കാലിക ക്രമീകരണം നമുക്ക് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന വിട്ടാൽ ഒന്നും നഷ്ടമല്ല, അത് ഈ ലോകത്തിലും കർത്താവ് റീപേ ചെയ്യും, സ്വർഗത്തിൽ 100 ഇരട്ടി കഷ്ടതകൾ കൊടുക്കും. അങ്ങനെ ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ? ആ പ്രതിഫലത്തോടു കൂടിയും എന്തുണ്ട്? അഹങ്കരിച്ച് പോകാതിരിക്കാനാണ് കേട്ടോ. ഉപദ്രവങ്ങളോടുകൂടി, വിത്ത് സഫറിങ് തന്നെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അപ്പം കഷ്ടതയോടുകൂടി, ഉപദ്രവങ്ങളോടുകൂടി, പ്രതികൂലങ്ങളോടുകൂടി മാത്രമാണ് 100 ഇരട്ടി പ്രതിഫലം. ചുമ്മാതങ്ങ് into 100 blessings എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ നിങ്ങളല്ലേ അപ്പോഴേ അഹങ്കരിച്ചു. ഇത് ഇച്ചിരി കിട്ടിക്കഴിഞ്ഞാൽ ബലൂൺ പോലല്ലേ നമ്മൾ. പരിശുദ്ധാത്മാവിൽ പൗലോസ് പറഞ്ഞത് ചീർത്ത് പോകല്ലേ. ജോനൊന്നും ഇരുന്നോട്ടുമില്ല. ഇന്നത്തെ ദൈവദാസന്മാർക്ക് പോലും പറ്റുന്ന കാര്യമല്ല. എൻ്റെ ജീവിതത്തിലും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എപ്പോഴും നമുക്കെല്ലാം ഓരോ ചൂടും തീച്ചൂളയും തരും. നമ്മൾ മനസ്സിലാകാൻ നീ ഇത്രയേ ഉള്ളൂ മനുഷ്യരത്. അത് മാത്രമല്ല, നമ്മളെ എപ്പോഴും താഴ്മയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പണിയും, താഴ്മയുടെ പണിയും അങ്ങെടുത്ത് ഇതൊരു ലൈഫ് സ്റ്റൈലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇവിടെ ഇന്നത്തെയൊക്കെ പ്രാസംഗിക രാജാക്കന്മാരാ, സത്യമാണ് ക്രിസ്തുവില രാജാതി രാജാവിൻ്റെ മക്കളാണ്. ഇവിടെ അല്ല രാജാക്കന്മാരായിട്ട് ജീവിക്കാൻ പോകുന്ന, സ്വർഗത്തിലാണ്. ഇവിടെ നമ്മൾ കർത്താവ് പോയ വഴി മാത്രമേ ഉള്ളൂ. കർത്താവ് ഇരിക്കുന്നിടത്ത് ചെല്ലണമെങ്കിൽ ദർ ഇസ് നോ അതർ വേ, ഷോർട്ട് കട്ട് ഇല്ല, ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയെപ്പറ്റി ഇവിടെ പറയുന്നത്, ജീവൻ പ്രാപിക്കണോ? കർത്താവിൻ്റെ മരണം എല്ലാ ദിവസവും ഈ മർത്യ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യണം? വഹിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ആ ഭാഗം നോട്ട് ചെയ്തില്ലേ? യു ഹാവ് ടു സബ്മിറ്റ്. കർത്താവെ, കഷ്ടതയ്ക്കായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ പ്രത്യാശയിൽ നിറയ്ക്കുന്ന, എന്നെ ആത്മശക്തിയാൽ നിറയ്ക്കുന്ന, എന്നെ ശക്തനാക്കി നിർത്തുന്ന ആ ഒരു ട്രെയിനിങ്ങായിട്ട്, ആ ഒരു പദ്ധതിക്കായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്നായിരിക്കും നമ്മുടെ ചോദ്യം അല്ലേ? ആരെങ്കിലും അങ്ങനെ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? വേണേ മതി. കർത്താവ് വല്ലതും പറഞ്ഞു. ഈ വാക്യത്തിനകത്ത് 2 എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ വേണേ മതി. രണ്ടാമത്തെ വിഷയം, അങ്ങനെ ചെയ്താൽ മാത്രമേ കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ നിറയത്തുള്ളൂ എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ഈ മർത്തിയ ശരീരം പിന്നെ എന്തുവാ? ഒരു പവർ പാക്കാണ് ഇല്ലേ? പവർഫുൾ, സ്വർഗീയ പവർ. സാത്താന് പോലും, സാത്താൻ്റെ പദ്ധതി പോലും ഇവിടെ ഏക്കത്തില്ല. 12ാമത്തെ വാക്യം, ചിലരിൽ ജീവൻ വ്യാപരിക്കണമെങ്കിൽ ചിലരെന്ത് ചെയ്യണം? കഷ്ടം സഹിച്ചാലേ പറ്റൂ. പൗലോസ് പറയുക, നിങ്ങൾ ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നത്, പൗലോസും ടീമും അത് കഴിഞ്ഞ് വന്ന ദൈവദാസന്മാരും ഒക്കെ വളരെ അതിനുവേണ്ടി കഷ്ടം സഹിച്ച. 2 കാര്യങ്ങൾ ഇവിടെ. എന്തിനാണ് ഈ കഷ്ടം സഹിക്കുന്നതെന്നൂടാ പറയുന്നത്. ചുമ്മാതെ കഷ്ടം സഹിക്കുക, ഇതെന്തോ ഒരു യോഗി, ഒരു സന്യാസിയുടെ മാർഗമാണെന്നോ അങ്ങനെയൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോൾ. എന്തിനാ കർത്താവ് ഇങ്ങനെ ഒരു ട്രെയിനിങ് എന്തിനായി തന്നത്? ഈ കഷ്ടം സഹിക്കുക, കർത്താവിന് വേണ്ടി ക്രൂശ് സഹിക്കുക. അതാണ് ഈ വാക്യത്തിൽ എഴുതിയേക്കുന്നത്. ഒരാൾ കഷ്ടം സഹിച്ചാൽ മാത്രമേ അവരിൽ കൂടി ചിലരെന്ത് ചെയ്യത്തുള്ളൂ? ജീവൻ പ്രാപിക്കത്തുള്ളൂ. യേശു ക്രൂശ് സഹിച്ചുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ ജീവൻ. നമ്മൾ ക്രൂശ് സഹിച്ചാൽ കർത്താവ് അനുവദിക്കുന്നത്, നമ്മളായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേ. കർത്താവ് നമ്മളെ ട്രെയിനിങ്ങിൽ കൂടെ കടത്തി വിടുന്ന ക്രൂശ് സഹിച്ചാൽ മാത്രമേ നമ്മളിൽ കൂടെ ചിലർ ഇതാ മിനിസ്ട്രി. ചിലർ പറയും, ഇത്ര രൂപ തന്നാൽ ഞാൻ മിനിസ്ട്രി ചെയ്യാം. ആർക്ക് വേണം രൂപയുടെ മിനിസ്ട്രി? അതിന് മിനിസ്ട്രി നല്ലതല്ലോ പറയാൻ. അത് മറ്റുള്ള എല്ലാ മതക്കാരും ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ. അത് ജസ്റ്റ് ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിക്കുന്നു, അതൊരു ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നു. അതൊന്നും അല്ല മിനിസ്ട്രി എന്തുവാ? ഹല്ലേലൂയ, ഞാൻ അനേകരുടെ ജീവന് വേണ്ടി, അനേകരിലേക്ക് യേശുവിൻ്റെ ജീവൻ പകരം, എൻ്റെ ഹല്ലേലൂയ വിശ്വാസത്തിൽ വരാത്ത കുടുംബക്കാർ, എൻ്റെ അയലോക്കക്കാർ, എന്നോട് നമ്മൾ സ്നേഹിക്കുന്നവർ മാത്രമല്ല
നമ്മളോട് ദോഷം അല്ലെങ്കിൽ ദോഷം ചെയ്തവർ അവരുടെ മേലും എന്ത് പ്രാപിക്കണം? എന്നിൽ കൂടെ ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിക്കണം. ഞാൻ വില കൊടുത്താലേ പറ്റത്തുള്ളൂ. പൗലോസ് പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ കഷ്ടത സഹിക്കുന്നു, നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാൻ പറഞ്ഞല്ലോ, there is no life without a suffering. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ there is no crown without a cross. ക്രൂശ് എടുക്കാതെ ഒരു കിരീടവുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുക, യെസ്, കഷ്ടത സഹിക്കാതെ ഒരു ജീവനുമില്ല. അങ്ങനെ ഞങ്ങളിൽ ഈ ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് എന്തോ? കർത്താവ് ക്രൂശിൽ സഹിച്ച കഷ്ടത, വേദന, നിന്ന, അപമാനം, പലതും ചെയ്യാം. കർത്താവിന് വേണേ ആ ക്രൂശിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ താഴെ അവർ കണ്ടല്ലേ മറുരൂപമലയിൽ കർത്താവിൻ്റെ മേൽ വന്ന മനുഷ്യനായ യേശു ഒരു നിമിഷത്തേക്ക് ദൈവശക്തിയാൽ ദൈവ തേജസ്സിനാൽ നിറച്ച് അവർക്കത് താങ്ങാൻ കഴിയാതെ അവരെല്ലാം താഴ്വും. നമ്മൾ കണ്ടതാ. യേശു ആയാൽ മനുഷ്യനായ യേശുവിൻ ശരിക്കും ദൈവമായി തീർന്നത്, അല്ല ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നത് നമ്മൾ കണ്ടതാണ്. കർത്താവിന് വേണേ ആ ക്രൂശിൻ്റെ തുരുമ്പ് പിടിച്ച ആണിയാണോ കർത്താവിനെ അവിടെ നിർത്തിയിരിക്കുന്നത്? അല്ല, കർത്താവിന് ക്രൂശിന് ഇറങ്ങി വരാം. നോക്കുന്നവരെല്ലാം കർത്താവിനെ നോക്കി താഴെയിടാം. എന്തോ വെള്ളം കർത്താവിന് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴും സർവശക്തനായ ദൈവമായിരിക്കുമ്പോഴും തനിക്ക് ഈ ക്രൂശ് സഹിക്കാതെ വേറെ പല പദ്ധതികൾ വേണേ ഇടായിരുന്നു നമ്മളെ രക്ഷിക്കാൻ. ഇതൊന്നുമല്ല കർത്താവ് തിരഞ്ഞെടുത്തതോ. പിതാവിൻ്റെ ഇഷ്ടം എന്തുമായിരുന്നു? കാര്യം നമ്മളെ കാണിച്ചു തരാൻ ക്രൂശ് സഹിക്കാതെ ഒരു ജീവനില്ല. എൻ്റെ മർത്യ ശരീരത്തിൽ കർത്താവിൻ്റെ ക്രൂശ് കഷ്ടത സഹിക്കുവാണെങ്കിൽ എനിക്ക് ജീവൻ പ്രാപിക്കും. മറ്റുള്ളവർ ആദ്യം ഞാൻ ജീവൻ പ്രാപിച്ചിട്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ടും മറ്റുള്ള ഒരു ജീവൻ പ്രാപിക്കും. എത്ര പേര് ദൈവമക്കളെ നിരാശയെ കൂടി കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ചില കേസസ് വന്നാൽ ഫോൺ ചെയ്യുന്നുണ്ട് പലരും, ഒത്തിരി പേര് ഹോസ്പിറ്റൽ റിനായ മെഡിസിറ്റി എന്നൊക്കെ ഇന്നലെയുമൊക്കെ വിളിച്ച് പറഞ്ഞു. അല്ല, എന്ത് ചെയ്ത കൂട്ടായ്മയ്ക്ക് വരത്തില്ല, ഇന്നും വരാമെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വരാമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഭയങ്കര പ്രശ്നത്തിൽ കൂടി കടന്നു പോവുക. കൂട്ടായ്മയ്ക്ക് വരത്തില്ല, ദൈവസന്നിധി വരത്തില്ല, ആ പാരമ്പര്യ ഇതിൽ നിൽക്കുക. പക്ഷേ എന്ത് ചെയ്യണം? സഭയായിട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ശക്തിയാണ്, ഒരു ദുഷ്ടശക്തിയാണ് അവരെ വിടാത്ത. നമ്മൾ ആ ദുഷ്ടശക്തിയോട് പോരാടുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവും? പേടിപ്പിക്കുന്നില്ല, അറ്റാക്ക് ഉണ്ടാവും, ഇല്ലേ? പക്ഷേ കർത്താവിൻ്റെ ഒരു ഷീൽഡ് ഉണ്ട്, ഇല്ലേ? ഈ അത്യന്ത ശക്തി, അതാണ് നമ്മൾ അടുത്ത വായിക്കാൻ പോകുന്നത്. ഞങ്ങളിത് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദൈവദാസന്മാർ പലരും ശിഷ്യത്വമൊക്കെ പഠിപ്പിക്കും. അതൊരു സ്ഥിരം ഇപ്പം പ്രോഗ്രാം വന്നിട്ടിരിക്കുക. അതൊരു 15 വർഷമായിട്ട്, അല്ല 15-20 വർഷമായിട്ട് ആദ്യം ചില ദൈവദാസന്മാർ തുടങ്ങി. ഇപ്പം എല്ലാവരും എന്തോ പഠിപ്പിക്കുന്നത്? ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ്. എന്തുവാണ് ഈ ഡിസൈപ്പിൾഷിപ്പ്? എൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് യേശുവിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതല്ലേ? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതോട് എന്തോ പറഞ്ഞ്, നീ ആ വല അവിടെ ഇട്ടിട്ട് പത്രോസിനോട് പറഞ്ഞു എന്നെ പിൻവലിക്കുക. അടുത്ത ഒരുത്തൻ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാൻ, ടാക്സ് കളക്ടർ, നല്ലൊരു ഓഫീസറാണ്, ഗസറ്റഡ് ലെവലിലുള്ള റോമൻ ഗവൺമെൻറ് കീഴിലുള്ള ഒരു അതോറിറ്റിയാണ്, ഒരു ഓഫീസാണ്. ആ മത്തായിയോട് എന്ത് പറഞ്ഞു? നീ ഇങ്ങ് പോരാ, എന്നെ ഇട്ട് ആ മേശയൊക്കെ അവിടെ ഇട്ടായിരുന്നേ, സ്ഥാനമൊക്കെ ഗസ്റ്റഡ് റാങ്കൊക്കെ ഇട്ടായിരുന്നു, അതെല്ലാം വലിച്ച് അവിടെ ഇരുന്നിട്ട് അയ്യോ ഞാൻ VRS എടുക്കട്ടെ അല്ലെങ്കിൽ പെൻഷൻ കിട്ടും, അതൊക്കെ പിന്നീട് നീ ഇങ്ങ് വാ. അങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എന്ത് ചെയ്തു? നീ ഇങ്ങ് വാ. അവസാനം പൗലോസ് പറഞ്ഞ്, അവസാന അകാല പ്രജ പോലെ എന്നെയും കർത്താവ് സന്നദ്രൻ സംഘത്തിൻ്റെ അംഗമാ, എനിക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പൗലോസിനെ മൃഗത്തെ തൊട്ട് താഴെ ഇട്ടിട്ട് രൂപാന്തരപ്പെടുത്തി എന്ത് ചെയ്തു? നീയും എന്നെ പിൻപറ്റുക. കർത്താവിൻ്റെ വിളിക്കായിട്ട് സ്തുതിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അനേകർ ക്രൂശ് പ്രസംഗിക്കുന്നുണ്ട്. ജീവിതത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടാൽ, അവരുടെ ഭവനത്തിൽ ചേരണം, അവരുടെ ജീവിത രീതി കാണണം. ഇത് ക്രൂശുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ. എന്തുവാ പിന്നെ? അനേകർ ഈ കാലഘട്ടത്തിൽ ശിഷ്യത്വം പ്രസംഗിക്കുന്നുണ്ട്. കാര്യം അതാണ് ഹിറ്റായ ഒരു പ്രസംഗ ടോപ്പിക്. കേൾക്കുന്നുണ്ട്, ഒരു രസമുണ്ട്, ആൾക്കാർ കൂടുതൽ പ്രസംഗം കേൾക്കും, എല്ലാവർക്കും അതാ ഇഷ്ടം, സഭയ്ക്ക് അതാ ഇഷ്ടം. അതുകൊണ്ട് ചില ദൈവദാസന്മാർ എന്ത് ചെയ്യും? ഡിസൈപ്പിൾഷിപ്പ്, ഈ ജീവിതത്തിൽ ഡെഡിക്കേഷനും സമർപ്പണവും പൂർണ്ണ സമർപ്പണമൊക്കെ ഇല്ലാത്തവർ ശിഷ്യത്വം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു 3-piece സൂട്ടിലും വന്നിട്ട് ഹോട്ടൽസ് മൈക്കും പിടിച്ച് അല്ലെ അതുപോലൊരു അനുഭവത്തിൽ താമസിച്ച് എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് പോകുന്നവർ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഗ്രാമത്തിൽ ചെന്നപ്പോൾ 1-2 പേര് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരും. ആ സഭക്കാർ വിളിക്കുന്നതാണ്, അവരുടെ വലിയ അപ്പോസ്തലന്മാരാണ്.
വെളിയിലുള്ളവരൊക്കെയാണ്, പലരും പല സ്ഥലത്തുള്ളവരാ. ചിലർ ഇങ്ങനെ മിഷൻ വർക്കല്ലേ ഗ്രാമത്തിൽ, എന്നിട്ട് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യും, 1.5-2 മണിക്കൂർ ദൂരെ ഡ്രൈവ് ചെയ്ത് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും. ഞങ്ങളവിടെ ദേവദാസന്മാർ, ഞങ്ങളും കേരളത്തിൽ നിന്ന് നല്ല വീടൊക്കെ അടച്ചിട്ടിട്ട് പോയതാണ്. വണ്ടിക്കകത്ത് പോയി അവിടെ സഭാ ഹാളിൽ പാവിരിച്ച് കിടക്കുമ്പോൾ ഈ വലിയ അപ്പോസ്തലന്മാർ 1-2 പേര് അവരുടെ സഭയുടെ മെയിൻ ആൾക്കാരാണ്. അവർക്കും കാണണം, മീറ്റിംഗ് സമയത്ത് ഇങ്ങെത്തും. മീറ്റിംഗ് കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരെ മീറ്റിംഗ് സമയത്ത് എത്തി എൻ്റെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്കാർ ഈ പേര് പറഞ്ഞ് ഫണ്ട് റേസ് ചെയ്യണമല്ലോ. എന്നിട്ട് അവർ നേരെ ഡ്രൈവ് ചെയ്ത് എന്ത് ചെയ്യും, അവരുടെ വണ്ടി അപ്പോഴത്തേക്ക് അവർ ലീസ് ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ അല്ലെങ്കിൽ ഹോട്ടൽ വിടും, നേരെ ആ ഹോട്ടലിൽ പോയി താമസിക്കും. പിന്നെ പിറ്റേ ദിവസവും വരും. ശിഷ്യത്വം പ്രസംഗിച്ച് കഴിഞ്ഞാൽ എന്തുവാ അതിൻ്റെ അകത്ത് നിങ്ങൾ ചിന്തിക്കുക, അതിൻ്റെ എന്തോ അർത്ഥമാണ് ലൈഫ് സ്റ്റൈലും യേശുവിൻ്റെ ജീവിതവും ഈ പ്രസംഗിക്കുന്ന വചനവുമായിട്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, പൗലോസ് പറയുക 13-ാമത്തെ വാക്യം, അത് സങ്കീർത്തനം 116-ന്റെ 10-ാമത്തെ വാക്യം, സാംസ് 116:10. ആ സങ്കീർത്തനം 116 നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ജീവിതത്തിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനല്ലേ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഞാനൊരു ദേവദാസിനോട്, കഴിഞ്ഞ കുറച്ചാൾ മുമ്പേ ഒരു ദേവദാസിനോട് പറഞ്ഞു, ദേവദാസിന് ഇങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്. പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഞാൻ ആ പാടെ ഷോക്ക്ഡായിപ്പോയി. അയ്യോ, പുള്ളി കർത്താവ് സഭയൊക്കെ ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് കടന്നു പോകും, ഇവിടെ കാണും, അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് സഭ ഇവിടെ കാണും. അന്ന് ഞാൻ പറഞ്ഞു, അതെന്നെ ദേവദാസ പുള്ളിയിലൊരു പ്രീച്ചറാണ്, എല്ലാവരും അറിയുന്ന ഒരു പ്രാസംഗം, അന്ന് അത് വേണം പ്രസംഗിക്കാൻ. അത് പ്രസംഗിച്ചാൽ സഭ സ്വീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ദേവദാസ ഇത് കപടമാണ്, ഇത് വ്യാജഭാവമാണ്. വേറൊരു സഭയിൽ നിന്ന് ഒരാളോട് പ്രായമുള്ള ഒരാളോട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് കപടമാണ്. ഞാൻ പറഞ്ഞു, എന്തുവാ വിശ്വസിക്കുന്നത് അത് വേണം, വചനം അതല്ലേ. ഞാനും അതേ ചെയ്യാൻ പാടുള്ളൂ. ഏത് ദൈവദാസനും അവരുടെ ജീവിതത്തിലുള്ളത്. പൗലോസ് പ്രാഗൽഭ്യത്തോട് കൊരിന്ത്യർ സഭയോട് പറയുക, ഞാനിത് വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ പ്രസ്താവിച്ചു എന്ന് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പൗലോസ് ഉദ്ധരണി എടുത്തിട്ട് പറയാം, ഞാനിത് വിശ്വസിക്കുന്നു, ഇതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ജീവിതമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഡെഡിക്കേഷനും സമർപ്പണത്തിലും തീരുമാനത്തിലുമാണ് ക്രൂശ് വഹിക്കുവാൻ. എന്നും ഞാൻ കർത്താവിൻ്റെ ക്രൂശ് എൻ്റെ ജീവിതത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രസ്താവിക്കുന്നു. അതിന് പവറുണ്ട് ദൈവമക്കളെ. അങ്ങനെ ജീവിതമുള്ളവൻ ഒരുവൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വചനം പറഞ്ഞ് സാത്താന് പോലും അവർ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ സാത്താൻ സമ്മതിക്കുമോ? സ്കേവയുടെ മക്കളെ നാണം കെടുത്തിയ പോലും സാത്താൻ, നിനക്കെന്ത് പ്രാഗൽഭ്യമായി ഇത് പറയാൻ എന്ന് സാത്താൻ ചോദിക്കൂല്ലേ. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. 14-ാമത്തെ വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ തന്നെ ഇവിടും പറയുക, ആ ജീവിപ്പിച്ച കർത്താവ് എന്നിൽ വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട്. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു, കർത്താവ് എന്നിൽ വസിക്കുന്നു. ഇതാണ് ഈ ജീവൻ്റെ കാരണം. ഈ ജീവൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തെ വിസിറ്റ് ചെയ്തപ്പോൾ പറയുമായിരുന്നു, ഈ ശബ്ദമുണ്ടാക്കി ജീവൻ വെക്കുന്ന ടെക്നോളജി അവർ ഇവിടും നേരത്തെയും വേറൊരു സ്ഥലത്തും ഒക്കെ അവർ കണ്ടു എന്ന് പറഞ്ഞു. ഈ ജീവൻ, എനിക്ക് ജീവനുണ്ട്, പ്രാസംഗിന് ജീവനുണ്ട്, നിങ്ങളിലും ജീവൻ പകരും. ഇടത്ത് കിടന്ന് അലയ്ക്കുന്നതിലല്ല ജീവൻ. ജീവൻ ഏതില്ല? വചനം, അതിൻ്റെ ആഴം, അത് നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തും. ശബ്ദത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളായിട്ടുള്ളൊരു ശൈലിയാണ് ഈ ശബ്ദത്തിലുള്ള ജീവൻ. ആ ശൈലി പലരും പിന്തുടരുന്നു. അതൊരു രീതിയായിട്ട് വരും. ശബ്ദത്തിലല്ല ജീവൻ. ആദ്യം ഈ പ്രസംഗിക്കുന്നവന് ജീവിതം ഉണ്ടാകണം. ഈ വചനം പഠിപ്പിക്കുന്നവന് എന്തുണ്ടാകണം? ജീവിതം ഉണ്ടാകണം. വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ജീവിതത്തോടുകൂടി പറയുവാൻ കർത്താവ് ഒരു പ്രാഗൽഭ്യത്തിൽ തരണം. എന്നിട്ട് ആ വചനം ജീവിതത്തോടുകൂടി സംസാരിച്ചാൽ, അവരുടെ ജീവിതത്തോടുകൂടി പൗലോസ് പറയുന്ന പോലെ ബന്ധപ്പെടുത്തി സംസാരിക്കണം. ഞാനിത് വിശ്വസിക്കുന്നു, ഈ ക്രൂശിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു, അതുകൊണ്ട് ഞാനിത് പ്രസ്താവിക്കുന്നു. അതിന് ജീവനുണ്ട്. അപ്പം നമ്മളെയൊക്കെ ഈ ദിവസങ്ങൾ എന്തിനാണ് ഈ ക്രൂശിൻ്റെ അനുഭവത്തിൽ കൂടി കടത്തി വിടുന്നതെന്നുള്ളതിൻ്റെ പല കാരണങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തിനാണെന്നറിയാം? അനേകരോട് ജീവനോടുകൂടി പ്രസ്താവിക്കുവാൻ. ഞാനിപ്പോൾ മറ്റുള്ളവരോട് കർത്താവിനെ പറ്റി പറയുക, അതിൻ്റെ അകത്തൊരു പവർ കാണത്തില്ല. പക്ഷേ ഞാൻ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ അനുഭവത്തെ, സഹോദര, എൻ്റെ ജീവിതത്തിലും
ഞാൻ വില കൊടുക്കുക കർത്താവിന് വേണ്ടി. ഇതിന് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഞാൻ ഹാലലു വില കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ടാവും, സൗഖ്യമുണ്ടാവും, പിശാച് വിട്ടുപോകും. നമ്മൾ കർത്താവിനെ പറ്റി പറയുമ്പോൾ അവർ രൂപാന്തരപ്പെടുന്നേ. ബലമില്ലാത്തവർ എന്ത് ചെയ്യും? അയ്യോ എനിക്ക് തീരുമാനം നിൽക്കാൻ ബലമില്ല, കർത്താവിന് വേണ്ടി ഇറങ്ങാൻ ബലമില്ല. നമ്മൾ പക്ഷേ ഹാലലു ജീവിതത്തോടുകൂടി അവരോട് സംസാരിക്കുമ്പോൾ ബലം ഉണ്ടാകുന്നേ, ബലം പ്രാപിക്കും. എന്നിൽ നിന്ന് ആ ശക്തി വേറൊള്ളലേക്ക് പോകുന്നു. നമ്മുടെ ജീവിതത്തിലെല്ലാം നടക്കും. പക്ഷേ എന്ത് വേണം? കർത്താവിൻ്റെ ക്രൂശ് വഹിക്കുന്നവരാണെങ്കിൽ നമ്മളിൽ നിന്ന് ആ ശക്തി അടുത്ത ആളിലേക്ക് വ്യാപരിക്കും. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ വീണ്ടും ആവർത്തിക്കുക, ഉയർപ്പിച്ച യേശുവിൻ്റെ ശക്തി എന്നിൽ വസിക്കുന്നു. ഓ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു. 15-ാമത്തെ വാക്യം. അങ്ങനെ വസിക്കുമ്പോൾ കൃപ പെരുകും, സ്തോത്രം വർദ്ധിക്കും. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്ന എബൗണ്ട് ഇൻ താങ്ക്സ് ഗിവിംഗ്, ഗ്രേസ് വിൽ ഓൾസോ എബൗണ്ട്. NIV-ലൊക്കെ അങ്ങനെ തന്നെയാണ്, NKJV-ലൊക്കെ. അപ്പം ഗ്രേസ് വിൽ എബൗണ്ട്, യു വിൽ എബൗണ്ട് ഇൻ താങ്ക്സ് ഗിവിംഗ്. ഇങ്ങനെ ഞാൻ കഷ്ടതയെക്കൂടെ കടന്നു പോകുമ്പോൾ കൃപ പെരുകും. ഈ കൃപ കിട്ടുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? സമൃദ്ധിയായിട്ടും, ലോകത്തിൻ്റെ ഭാഷയിൽ കേട്ടോ, ലോക സുഭിക്ഷമായിട്ടൊക്കെ കഴിയുമ്പോൾ അല്ല കൃപ പെരുകുന്നത്. അപ്പോൾ മടുപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കൃപ പെരുകുന്ന എപ്പോഴാണെന്നറിയാം? കർത്താവ് അനുവദിക്കുന്ന തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കൃപ പെരുകും. ഇവിടെ എഴുതിയിരിക്കുന്ന കൃപ പെരുകും. ആ സമയത്ത് ജഡത്തിൽ തോന്നിക്കുന്നത് പെറുപെറുക്കാനാ, പക്ഷെ ആ സമയത്ത് നോ ഹല്ലേലൂയ, ഐ എം ഗോയിങ് ടു ഡു ദി ഓപ്പോസിറ്റ്. സ്തോത്രം, ഐ എം ഗോയിങ് ടു താങ്ക് ജീസസ്. എന്നെ ഈ കഷ്ടതയിൽ കൂടി കടത്തി വിട്ടതിന് ദൈവത്തിന് നന്ദി. താങ്ക് യു ജീസസ്. കർത്താവ് പോയ വഴി കൂടെ എന്നെയും പോകുവാൻ യോഗ്യനാക്കി തീർത്തതിനായി സ്തോത്രം. കഷ്ടത മാറിപ്പോകാനും കഷ്ടത ഫലിക്കുന്നവരൊക്കെ വചനത്തിൻ്റെ പ്രമാണത്തിലല്ല ദൈവമക്കളെ. ആർക്കാണ് കഷ്ടത ഫലിക്കുന്നതിനേക്കാൾ നല്ല യേശുവിനെ ഫലിക്കുന്നതല്ലേ? യേശുവിൻ്റെ ക്രൂശ് വഹിക്കണം, എന്നാലേ നിൻ്റെ മേൽ ജീവൻ വരത്തുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആരും കഷ്ടത ഫലിക്കുന്ന വല്ല ദൈവദാസന്മാരെ കണ്ട ഒന്ന് വിളിച്ചിട്ട് ഒന്ന് മാറ്റി നിർത്തണം. കാര്യം പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യേണ്ട, ഒന്ന് മാറ്റി നിർത്തിയിട്ട് വചനം. എനിക്കും നിങ്ങൾക്ക് ഒരു വചനമേ ഉള്ളൂ. ശരിയാ, നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ശുശ്രൂഷയ്ക്ക് വിളിച്ച് കാണും. പക്ഷേ എനിക്ക് നിങ്ങൾക്കും എന്തുണ്ട്? പ്രമാണം ഒന്നേ ഉള്ളൂ. കഷ്ടത ഫലിക്കുവാൻ പ്രമാണമില്ല. ദൈവമാണ് നമ്മളെ അനുവദിച്ച കഷ്ടതയെക്കൂടെ. പക്ഷേ അതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഭാഗം, കഷ്ടതയുണ്ടെങ്കിലും കൂടെ എന്തുണ്ട്? നീക്കുപോക്കുണ്ടെന്ന് വേറെ ഭാഗത്ത് എഴുതിയേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് ഗ്രേസ് വിൽ എബൗണ്ട്, കൃപയുണ്ട്. ഈ കഷ്ടതയിൽ നമ്മൾ പൊള്ളാതിരിക്കത്തക്കവണ്ണം കൃപയുണ്ട്. ഫയർ ഫൈറ്റേഴ്സ് ഇടുന്ന ഒരു ഡ്രസ്സുണ്ട്. ഞങ്ങൾക്ക് തേനീച്ചക്കൂട് ഒത്തിരി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? കുറേ തേനീച്ചക്കടി കൊണ്ടപ്പം പപ്പ ഒരു അനുദിനത്തിയോട് പറഞ്ഞു, ഇനി വരുന്നുണ്ട്, എന്ത് കൊണ്ടുവരണം എന്ന് ചോദിച്ചു. നിങ്ങളുടെ അവിടെ തേനീച്ചയുടെ കടി കൊള്ളായിരിക്കുമല്ലോ, സൂട്ട് കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാം. പുള്ളിക്കാരത്തി അതുപോലെ കൊണ്ടുവരികയും ചെയ്ത്. അത് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുഴുവൻ തേനീച്ച ചുറ്റിനും കിടന്ന് പറക്കും. നമുക്കൊരു കുത്തുപോലും. ഫയർ ഫൈറ്റേഴ്സ് ഇടുന്ന ഒരു ഓറഞ്ച് കളറിലുള്ള ഡ്രസ്സുണ്ട്. ആ സൂട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വെളി ചൂടാ. ഉള്ള ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ അവർ കയറിപ്പോവും. അവർക്ക് എന്ത് ചെയ്യത്തില്ല? പൊള്ളത്തില്ല. ഈ കൃപ പെരുകിയാൽ നമ്മൾ പോകുന്നു. ലോകമനുഷ്യർ നോക്കുമ്പോൾ അയ്യോ അവർ കഷ്ടതയിൽ കൂടെ അല്ലേ കടന്നു പോകുന്നത്, അത് എന്നെ പൊള്ളുന്നില്ല. കാര്യം ഗ്രേസ് അബൗണ്ട്. അല്ലെ, ഈ കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ പെറുപെറുക്കുവല്ല, ഈ കഷ്ടതയുടെ മധ്യത്തിൽ സ്തോത്രത്തിൽ കവിയുവാന്ന് എഴുതിയിരിക്കുന്നത്. എത്ര പേർക്ക് അത് പറ്റും? പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് പറ്റും. യേശുവിൻ്റെ ജീവൻ കഷ്ടതയുടെ മധ്യത്തിൽ, താങ്ക് യു ജീസസ്, എന്നെ ഇപ്പം നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. അത് പറയണമെങ്കിൽ കർത്താവിൻ്റെ ജീവൻ വേണം. ജീവനില്ലാത്തവർ പെറുപെറുക്കത്തേ ഉള്ളൂ. പെറുപെറുക്കാതെ അല്ലാതെ വേറെ മാർഗം അവർക്കില്ല. ദെയർ ഈസ് നോ അതർ ഓപ്ഷൻ. പക്ഷെ ജീവനുള്ളവരെന്ത് പറയും? ഓ ഹല്ലേലൂയ, ഇപ്പോൾ എന്നെ നടത്തുന്ന അവസ്ഥയിൽ സ്തോത്രം, നാളെ എന്നെ നടത്താൻ പോകുന്ന അവസ്ഥയിലും ഇത്രയേ ഉള്ളൂ. കംപ്ലൈൻ്റ് ഇല്ല. ആ കടന്നു പോകുമ്പോൾ കൃപ വേണം. പിന്നെ കൃപ പെരുകും. അത് ഓട്ടോമാറ്റിക്കാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത പ്രോമിസസ് അത് ദൈവം ചെയ്യാതിരിക്കത്തില്ല. കഷ്ടതയെക്കൂടി കടന്നു പോകുമ്പോൾ കൃപ കിട്ടും. കൂടുതൽ കഷ്ടത, കൂടുതൽ കൃപ. അപ്പം അതിനോട് പാരലായിട്ട് പോകേണ്ടത് സ്തോത്രത്തിൽ കവിയണം. കൂടുതൽ നന്ദി. ഇപ്പം മനസ്സിലായോ സ്തോത്രം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാണ്? കഷ്ടതയെക്കൂടി കടന്നു പോകുന്ന ഒരു ചാടി സ്തോത്രം പറയും. കൃപ പെരുകും. ഇതൊക്കെ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് പഴയ ദൈവമക്കളൊക്കെ ആകുമ്പോൾ ഒരു ജീവനില്ലാതും കൃപയില്ലാതും ഒക്കെ കൃപയൊന്നും പ്രാപിക്കാൻ പറ്റുന്നില്ല. പണ്ട് ആശ്രയിച്ച പോലെ കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കാൻ പറ്റുന്നില്ല. പണ്ട് കർത്താവ് മാത്രമായിരുന്നു ആശ്രയം. ഇപ്പം വേറെ ഒത്തിരി ആശ്രയങ്ങളായി. പഴയ പോലെ എന്ത് ചെയ്യുന്നു? കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കാൻ പറ്റുന്നില്ല. ഈ ദിവസങ്ങൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ദാവീദ് പറഞ്ഞ പോലെ ആ രക്ഷയുടെ സന്തോഷം എന്ത് ചെയ്യണം? എനിക്കൊന്ന് തിരികെ രക്ഷിക്കപ്പെട്ട സമയത്തുള്ളൊരു എരിവ്. അടുത്ത വാക്യം,
ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. അതുകൊണ്ട് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതിൻ്റെ മേളിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ മേളിൽ വായിച്ചില്ല, ആ നിക്ഷേപം, ദാറ്റ് ഗ്രേറ്റ് ട്രഷർ എന്നിലുണ്ട്. എന്തുവാ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഐ ആം ക്രഷ്ഡ് ഫ്രം എവറി സൈഡ്. എല്ലാ രീതിയിലും ഞെരുങ്ങുന്നു, പക്ഷേ ഞാൻ ഞെരുങ്ങുന്നില്ല. ഞാൻ വീഴാൻ വേണ്ടി ഐ വാസ് സ്ട്രക്ക് ഡൗൺ, എന്നെ അടിച്ചു വീഴാൻ, പക്ഷേ ഞാൻ നശിച്ചു പോകുന്നില്ല. ഈ അത്യന്ത ശക്തി എന്നിലുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് എന്തുവാ ഇവിടെ എഴുതിക്കുന്നത്? 16-ാമത്തെ, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. അപ്പം സാത്താൻ ചെയ്യുന്ന പദ്ധതികൾ മുഴുവനും എന്തുവാ? ഇനി ഞാൻ സുവിശേഷ വേല ചെയ്യുന്നില്ല, അടച്ചു വെച്ചു ബൈബിൾ. ഇനി ഞാൻ ബൈബിൾ വായിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നതുകൊണ്ടല്ലേ കുഴപ്പം? കൂടുതൽ പ്രാർത്ഥിക്കാൻ പോയണ്ടല്ലോ. ഇനി ഞാൻ ചിലർ വേണം ഇങ്ങനും തീരുമാനം എടുക്കും, ഇനി ഞാൻ ആരാധനയ്ക്കും പോകുന്നില്ല തീരം. ഇന്നാൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ളവരാരും അല്ലേ, പണ്ടുണ്ടായിരുന്നവർ ചിലർ പറയും എന്ത് ഭാഷയെന്ന് അറിയത്തില്ല, അവിടെ വരുമ്പോൾ ഭയങ്കര കഷ്ടതയെ കൂടാ, കടത്തു പോകേണ്ട വേലയെ കൂടാ. ഞാനും അങ്ങനെ. വേറെ ചിലയിടത്തോ പണ്ട് പോയിടത്തൊന്നും ഈ കുഴപ്പമില്ലെന്ന്. അവിടെ ഒന്നും കുഴപ്പമില്ല, പാപം ചെയ്ത് പോയി 26 കൊടുത്താലും കുഴപ്പമില്ല. കാര്യം ദൈവ സാന്നിധ്യത്തിന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. 1ഉം 2ഉം അല്ല, പലരും പറഞ്ഞു. നമ്മളെല്ലാവരും കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത്, അല്ലെങ്കിൽ വചനം പരിശുദ്ധാത്മാവ് ഇടപെടുത്ത് നമ്മളെല്ലാം കടത്തി വിടുന്ന ഒരേ അനുഭവത്തിലുള്ള, പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവനും ഒന്നിച്ച് ആരാധിക്കുന്നവരും നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ. നമ്മളെ കടത്തി വിടുന്ന ഒരേ അനുഭവത്തിൽ കൂടാ ഇരുത്തേണ്ടത് കർത്താവിനോട് കൂടിയാണ്. ഈ പാരമ്പര്യ സ്വഭാവമൊക്കെ ഒന്ന് പോകണ്ടേ, ഈ ജഡത്തിൻ്റെ സ്വഭാവമൊക്കെ, ഈ എടുത്തിയാട്ടങ്ങളൊക്കെ ഒന്ന് പോകണ്ടേ, പ്രതികരിക്കുന്ന രീതികളൊക്കെ പലതല്ലേ, ഇതൊക്കെ ഒന്ന് മാറണ്ടേ, ക്രിസ്തുവിലൊന്ന് ഒതുങ്ങണ്ടേ. അവിടെ നമ്മളെല്ലാം കർത്താവ് പണിയുന്ന ഒരേ രീതിയിലാണ് ഇവിടെ വളരെ വ്യക്തമായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. സാത്താൻ നമ്മൾ അധൈര്യപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എത്ര പ്രാഗൽഭ്യത്തോടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ നിക്ഷേപം എൻ്റെ ഉള്ളിൽ ഐ ഡി നോട്ട് ലൂസ് ഹാർട്ട്. ഇനി നമ്മൾ ഏതെങ്കിലും കാരണവശാൽ അധൈര്യപ്പെടുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കുറവാണ്. മീറ്ററാ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നമ്മൾ അധൈര്യപ്പെട്ട് പോകുക, ഇനി എരിവോടുകൂടി ഒന്ന് ഞാൻ കർത്താവിന് വേണ്ടി, പിശാച നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ ഹാലലി ചിന്തിച്ച് പോയാൽ അതിൻ്റെ അർത്ഥം ഉടനെ അങ്ങ് പാപം ചെയ്തു എന്നും നരകമാണെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എൻ്റെ അനുഭവം എന്തുവാ? ആത്മാവിൽ വളരെ ക്ഷീണമാണ്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത വാക്യം, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? എൻ്റെ പുറത്തെയുള്ള ഞാൻ ഈ കരുതുന്ന കോംപ്ലാനിട്ട് പൗഡറിട്ട് ഒരുങ്ങുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഞാനീ ഭയങ്കരമായിട്ട് ഒരുക്കി അലങ്കരിച്ച് നടത്തുന്ന ഈ ശരീരം, ഇത് പോയാലും എനിക്ക് വിഷയമല്ല. എൻ്റെ തൊലി എല്ലാം ചുരുണ്ട് പോയാലും വിഷയമല്ല. എൻ്റെ കണ്ണ് മങ്ങിയാലും മുടി നരച്ചാലും എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം ആരെയും നോക്കിയിട്ട് നരച്ചിട്ടൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ മാത്രമേ ഉള്ളൂ നരച്ചില്ലേ. ഇനി നരച്ചാലും മങ്ങിയാലും വാടിപ്പോയാലും ഇച്ചിരി ഓർമ്മശക്തി കുറഞ്ഞാലും കണ്ണ് മങ്ങിയാലും മസിൽ ക്ഷീണിച്ചാലും എൻ്റെ ഈ പുറത്തെ മനുഷ്യൻ, ആത്മാവിൽ ശക്തിയുള്ള ഒരാൾ പറയുക, എൻ്റെ ഈ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ച് പോയാലും വേണ്ടില്ല, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അത് ബലപ്പെടുന്നോ ബലപ്പെടുന്നില്ല, അത് കർത്താവ് നോക്കിക്കോളും. കർത്താവിന് ആഗ്രഹം ഏത് മനുഷ്യൻ ബലപ്പെടണമെന്നാണ്. അത് പറയണം. ഇതൊക്കെ എത്ര ദൈവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട്, എത്ര പേര് പ്രബോധനമായിട്ട് പറയുന്നുണ്ട്, എത്ര പേർക്ക് പറയാൻ പറ്റും? ജീവിതത്തിലുള്ളവർക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ പുറത്തെ മനുഷ്യൻ എനിക്കൊരു വിഷയവുമല്ല. ഞാൻ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ എനിക്കിനി എല്ലാ പ്രശ്നമാണെന്നങ്ങ് വെച്ചോ, എന്നാലും എന്തില്ല, കർത്താവ് ഓടണം എന്ന് പറയുന്ന ദിവസം വരെ ഈ ശരീരം ഓടും. അതിന് നടക്കേണ്ടതെല്ലാം നടക്കും. നടക്കാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ, സംസാരിക്കാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നടക്കും, സംസാരിക്കും, ബൈബിൾ വായിക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യമുള്ള കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കാണും. എല്ലാ കാര്യങ്ങളും കർത്താവ് ഓടിക്കുന്നേ. പ്രൈസ് ലോർഡ്. പുറത്തെ മനുഷ്യൻ പൗലോസ് എത്ര പ്രാഗൽഭ്യത്തോടെ പറഞ്ഞ അവസാന ദിവസം വരെ തൻ്റെ തീരുമാനം അതല്ല. ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നും പറയുന്നതൊന്നും പരിശുദ്ധാത്മാവിടെ എഴുതാൻ, രേഖപ്പെടുത്തുവാൻ, റെക്കോർഡാകുവാൻ അനുവദിച്ചിട്ടില്ല. ഈ പറയുന്നതെല്ലാം ജീവിതത്തിലുള്ളതാണ്. താൻ ആത്മാവിലാണ് പറയുന്നത്. കൊരിന്തിയ സഭയോട് പ്രബോധനമാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവേടാ. പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും കുഴപ്പമില്ല. ഈ പുറത്തെ മനുഷ്യൻ്റെ ക്ഷീണവും സുഖം ഒക്കെയാണ് നമുക്ക് വിഷയം. അതുകൊണ്ടാണ് ഞാൻ അധൈര്യപ്പെട്ടു പോകുന്നത്. അപ്പോൾ എന്നെ അധൈര്യപ്പെടുത്തുന്ന അവസ്ഥ ഈ പുറത്തെ മനുഷ്യനെ പറ്റിയുള്ള ചിന്തയാണ്. അത് ടെമ്പററി, ഡിസ്പോസിബിൾ ഗ്ലാസ്. ഞങ്ങൾ ഈ പ്രോഗ്രാം നടക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞിടയ്ക്ക് ഒരു മീറ്റിംഗ് നടത്തിയല്ലോ. അയ്യോ, എത്ര പേപ്പർ ഗ്ലാസും പേപ്പർ പ്ലേറ്റും ഒക്കെ ഉണ്ട്. വീടിൻ്റെ പുറകിലിട്ട് കത്തിക്കാനും ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പം ഇച്ചിരി ഇട്ടാണ് കത്തിക്കുന്നത്. കാര്യം അടുത്ത പുക വന്നാലും പ്രോബ്ലം ആണല്ലോ. ഈ പേപ്പർ ഗ്ലാസിനോട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഇന്ന് 2 പാക്കറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങിക്കും, കുടിച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇത്രയേ ഉള്ളൂ ഈ പുറത്തെ മനുഷ്യൻ തൽക്കാലം.
അകത്തെ മനുഷ്യനോ നിത്യമാണ്. 1 ലക്ഷമല്ല, 1 കോടിയല്ല, 100 ലക്ഷം കോടി വർഷമല്ല, നിത്യതയിൽ ഒന്നീ കർത്താവിനോടുകൂടി. വിളി അനുസരിച്ച് അവിശ്വസ്തനാണ് നിത്യ നരകത്തിൽ കിടന്ന് വിലപിക്കേണ്ടത്. 17-ാമത്തെ വാക്യം, അവിടെ ഒരു വലിയ രസം ആ ഭാഗം ഒന്ന് വായിച്ചാൽ. നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ നൊടി നേരത്തേക്ക്, ഇതാണ് നൊടി നേരം, ഈ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഈ നൊടി നേരത്തേക്കുള്ള ഈ നിത്യത വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്തുവാണ്? അത്രയും ഞാൻ പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എണ്ണാൻ പറ്റാത്ത പോലെ നമ്മുടെ ഈ ബുദ്ധിയിലൊന്നും കുറേ ഫിഗേഴ്സ് അല്ലേ എണ്ണാൻ പറ്റത്തുള്ളൂ. നിത്യത അതിന് അന്ത്യമില്ല, അതുകൊണ്ടാണ് നിത്യത, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇത്രയും വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 70 80 വർഷം കാഹളൂന്ന് വരെയുള്ള സമയം ഇത്രയും. ഈ നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം, ആ ലഘുവായ കഷ്ടത്തിൻ്റെ ലിസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 4-ഉം 5-ഉം ആദ്യം വായിച്ചാട്ടെ, ഒന്ന് ശ്രദ്ധിച്ചു പൊക്കോ. ദൈവത്തിന്റെ ശുശ്രൂഷകരായി കാണിക്കണമെങ്കിൽ സഹിച്ചത് തല്ല്, നല്ല നാട്ടുകാർ തല്ല്, തടവ്, ജയില്, പിന്നെ കലഹം. ഇടയ്ക്കൊക്കെ സാത്താൻ എന്തുണ്ടാക്കും? ജീവിതത്തിൽ കലഹം ഉണ്ടാക്കും, നമ്മളെ അങ്ങ് ഡൗൺ ആക്കാൻ, അധൈര്യപ്പെടുത്താൻ. കലഹം, ഭയങ്കരമായിട്ട് അധ്വാനിക്കുക, ഉറക്കളപ്പ്, പട്ടിണി, നമ്മൾ സഹിക്കുമോ? ഇതൊക്കെ സഹിച്ചപ്പോൾ കിട്ടിയ സ്വഭാവം. 8 തൊട്ട് 10 വരെ വായിച്ച. മാന, അപമാനം, നിന്ന, ദുഷ്കീർത്തി അനുഭവിച്ചു, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. മരിക്കുന്നവരെന്ന് ലോകം പറയുന്നെങ്കിൽ ഇതാ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പിടിച്ച് ജയിലിലൊക്കെ ഇടുന്നുണ്ട്. പൗലോസ് പറയുക ഇനിയുള്ള അങ്ങനത്തെ കാലം വരും. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ അധികാരികൾ വന്ന് റെയ്ഡ് നടത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് ആരാധനയൊക്കെ നിർത്തുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ കുറ്റക്കാരെന്നുള്ളത്. പക്ഷെങ്കിൽ സാത്താൻ എന്തൊക്കെ ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ, ദൈവം അനുവദിച്ച് എപ്പോഴും ദുഃഖമാണ്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും കർത്താവിൽ സന്തോഷിക്കുന്നവർ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ക്രൂശ് എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ, വേണമെങ്കിൽ മതി, ഓപ്ഷനില്ല, ആരും കർത്താവ് നിർബന്ധിക്കുന്നില്ല. ജീവൻ വേണോ? ക്രൂശുണ്ട്. യെസ്. ദരിദ്രരെങ്കിലും അല്ലെങ്കിൽ കാശ് കൊടുത്തല്ല സഹായിക്കേണ്ടതില്ലേ. പൗലോസ് പറഞ്ഞു, ഇന്ന് ആൾക്കാരെ വിചാരിക്കുന്നത് മിനിസ്ട്രി ചെയ്യണോ കാശ് വേണം. ഈ കാശ് കൊടുത്തുള്ള സഹായം എത്ര നാൾ നിലനിൽക്കും? ജാതികളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ കാശ് കൊടുത്ത് സഹായിക്കുന്നത്. ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ കൊണ്ടുവരേണ്ട കാശ് കൊടുത്തല്ല ദൈവമക്കളെ. നമ്മൾ ആഹാരം കഴിച്ചാൽ അവരും ആഹാരം കഴിക്കും, അതേ ഉള്ളൂ നമുക്ക് നാളെ എൻ്റെ ആഹാരം പട്ടിണി കിടത്തുമെന്ന് എഴുതിയിട്ടില്ലേ? പട്ടിണി കിടക്കുന്ന പൗലോസ് എങ്ങനെയാണ് വേറെ ആൾക്ക് ആഹാരം കൊടുക്കുന്നത്? അപ്പോൾ കർത്താവ് എന്നെ നടത്തുന്ന പോലെ ഞാൻ ആഹാരം കഴിച്ചാൽ നിങ്ങളും കഴിക്കും, അതേ ഉള്ളൂ നമുക്കൊരു അഷ്വറൻസ് കൂട്ടു സഹോദരനോ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിക്ക് തരാൻ പറ്റുന്നത്. വെള്ളിയും പൊന്നും ഒന്നും എനിക്ക് തരാനില്ല, ദരിദ്രരെങ്കിലും അനേകരെ കർത്താവിൽ സമ്പന്നനാക്കുന്നവർ. ഇതിന് ക്രിസ്തുവിൻ്റെ ജീവൻ വേണമെന്ന്. ഇതാ മിനിസ്ട്രി, ദിസ് ഈസ് മിനിസ്ട്രി. എത്ര പേരാ ഈ മിനിസ്ട്രി പഠിപ്പിക്കുന്നത്? എത്ര പേരാ ഈ മിനിസ്ട്രി ചെയ്യുന്നത്? ഒന്നുമില്ല, കൃപയാൽ ഒന്നിനും കുറവില്ല. ഒന്നുമില്ല, ബട്ട് വളരെ നന്നായിട്ട് കർത്താവ് എല്ലാ ഫെസിലിറ്റീസോടുകൂടി നടത്തുന്ന പോലെ നടത്തും. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശം സ്വന്തമായിട്ടുള്ളവരെ പോലെ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 20, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, 23 തൊട്ട് 28 വരെ വായിച്ചാൽ കപ്പൽ, ഹല്ലേലൂയ, തല്ല്, കേസ്, എന്തൊക്കെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, വലിയൊരു ലിസ്റ്റ് എഴുതിയിരിക്കുക. എത്ര പ്രാവശ്യം 1 കുറേ 40 അടി, എത്ര പ്രാവശ്യം ചാട്ടവാറ് വെച്ചുള്ള അടി, ജയില്, നിന്ന കഷ്ടത, കേസ്, ഇതെല്ലാം വലിയൊരു ലിസ്റ്റ്. അവിടെ 23 തൊട്ട് 28-ാമത്തെ വാക്യം വരെ ഉണ്ട്. 11-ാം അധ്യായം 2 കൊരിന്ത്യർ. ഈ 2 കൊരിന്ത്യരിൽ ഈ 2 ലിസ്റ്റും പറഞ്ഞിട്ട് പൗൽ ഇത്രയും കഷ്ടത അനുഭവിക്കുന്ന പറയുക, ഈ നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എങ്ങനെ പറയാൻ പറ്റുന്നില്ലേ? താൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ, തന്നെ ഈ കഷ്ടത ഏൽക്കുന്നില്ല. കലഹം, പ്രയാസം, ഭാരം, നിന്ന, ഇതിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും താൻ ചിന്തിക്കുന്നത് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സ്വർഗത്തിലെ സിംഹാസനം, അതിൻ്റെ തൊട്ടടുത്ത് എന്നെയും കർത്താവ് സിംഹാസനത്തിലിരുത്തും. ഒരു പ്ലാസ്റ്റിക് കസേര തന്നി ഇതുപോലൊരു നിൽക്കമേലിൻ്റെ ചെയർ തന്നിരുത്തും എന്നല്ല, കർത്താവിനോടുകൂടി കർത്താവിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന വാഗ്ദത്തം.
ജയിക്കുന്നവൻ. വെളിപ്പാട് ദിവസം വെറുതെ കർത്താവ് ആരെ ഒന്നും പറയത്തില്ല. കർത്താവിൻ്റെ പ്രോമിസസ് ആർ നോട്ട് ഫോൾസ് പ്രോമിസസ്, ദേ ആർ റിയൽ പ്രോമിസസ്. ഇതൊക്കെ പ്രോമിസ്, അല്ലാതെ ഇവിടെ 1 ലക്ഷം രൂപ തരും, 10 ലക്ഷം രൂപ തരും, 1 കോടി രൂപ, ഇതൊന്നും അല്ല പ്രോമിസ്. അത് അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മൂർത്തിയെ സേവിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ ചെല്ലൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അവിടെ കിട്ടും. അല്ലെങ്കിൽ പിശാച് പറഞ്ഞില്ല, യേശുവിനോടും പറഞ്ഞില്ലേ, ഇവിടെ വന്നാൽ മതി, ഞാൻ ഇവിടെ ഒന്ന് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം തരാം ഉള്ളത്. 18 കാണുന്നതിനെയല്ല കാണാത്തതിനെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിലും ആവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, അവിടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന കാണാത്തതിനെ നോക്കി ഞാൻ യാത്ര ചെയ്യുന്നു. ഇവിടും എന്തോ എഴുതിയിരിക്കുന്നത്, കാണുന്നതെല്ലാം ഈ വീട്, വണ്ടി, കുടുംബം. പിന്നെ ഞാൻ അതിനെ പറയുന്നതിൻ്റെ കാരണം, അറിയാതെ അതാ നിത്യം, അതെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോ, കുടുംബം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകത്തില്ല. കാഹള ഊതുന്നത് വരെ, അല്ലെ നമ്മൾ ഇതിൽ ആരെങ്കിലും ഒരാൾ ലോകത്തിൽ നിന്ന് പോകുന്ന വരെ മാത്രമേ ഉണ്ടാകൂ. മക്കൾ, സഹോദരങ്ങൾ, സൊസൈറ്റി. ഈ സൊസൈറ്റിയൊക്കെ സന്തോഷിപ്പിക്കാനാണല്ലോ നമുക്ക് സുവിശേഷം പറയാൻ പറ്റാത്തത്. അയ്യോ എൻ്റെ അസോസിയേഷൻ എന്ത് ചിന്തിക്കും, അയ്യോ എൻ്റെ ആൾക്കാരെന്ത് ചിന്തിക്കും, അയൽവക്കക്കാർ, കുടുംബക്കാർ, ഒരു കുടുംബ ഫംഗ്ഷനിൽ പോയി യേശുവിനെ പറ്റി പറഞ്ഞു, അയ്യോ എല്ലാം നിന്ദിക്കത്തില്ലേ? ദൈവമക്കളെ, ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഇതെല്ലാം കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതാണ് നിത്യം. അതോർത്താ നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. പത്രോസും പൗലോസും എല്ലാം ആ ദൈവ സാന്നിധ്യം കണ്ടിട്ട്, മറുരൂപ മലയിൽ പത്രോസും യോഹന്നാനും ദൈവ സാന്നിധ്യം കണ്ടു പറയുക, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവ് തേജസ്കരിക്കുന്ന ഇത് കണ്ടത് പറയുക, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. പൗലോസും കണ്ട മഹിമയാണ് പറയുന്നത്. നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം കർത്താവിൻ്റെ ആ മഹിമ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അത് കാണുന്നത് വരെ, അത് കണ്ടു കഴിയുമ്പോൾ തേജസ്സിൽ വസിക്കുന്ന കർത്താവിനെ കണ്ട ആളാ മോശ ഇല്ലേ? മോശ ആദ്യം ആ മരം കത്തുന്നത് കണ്ടു. എബ്രായ ലേഖനത്തിൽ പറയുക, രാജകുടുംബത്തിലെ ഷെയ്ഖ് എന്നൊക്കെ ആ ഗൾഫ് രാജ്യങ്ങളിൽ പറയുന്നില്ല. ഇവിടെ നമ്മൾ എന്തോ പറയും, ക്ഷത്രിയർ എന്നൊക്കെ. പക്ഷെ വെറും ക്ഷത്രിയരല്ല, രാജകുടുംബത്തിലെ ആൾക്കാർ. അവർക്ക് ഭയങ്കര, അന്ന് രാജകുടുംബമുള്ള അല്ലെങ്കിൽ രാജഭരണമുള്ള സമയത്ത് അവരെന്തു പറഞ്ഞാൽ, റോഡിലോട്ട് ഇറങ്ങി എന്തു പറഞ്ഞാലും അതെന്തുവാ പ്രമാണമായി തീരുക. അപ്പം ഫറവോൻ്റെ മകട് അല്ലെങ്കിൽ പുത്രി അല്ലെങ്കിൽ കൊച്ചുമോൻ എന്ന് അറിയപ്പെടുന്നതിനേക്കാൾ നല്ല, ആ കൊട്ടാരത്തിലെ മകൻ എന്ന രാജകുടുംബൻ്റെ പ്രിൻസ് എന്നറിയപ്പെടുന്നതിനേക്കാൾ എന്ത് ചെയ്തു? ദൈവജനത്തോടു കൂടി കഷ്ടം സഹിക്കുവാൻ, ഈ ഭൂമിയിലെ നിക്ഷേപത്തെക്കാൾ. അതിന്റെ അടുത്ത വാക്ക്, മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്. ഈജിപ്റ്റ് അന്ന് സിവിലൈസേഷൻ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുക, ഏറ്റവും പണമുള്ള രാജ്യം, ഏറ്റവും വലിയ പ്രതാപത്തിൽ നിൽക്കുന്ന രാജകുടുംബം ഫറവോൻ, ലോകത്തെ മുഴുവൻ. അവിടുത്തെ നിക്ഷേപങ്ങൾ, ഇവിടുത്തെ നമ്മുടെ നിലവറ, സി നിലവറ, ലോകം മുഴുവൻ വാങ്ങിക്കാനുള്ള കാശുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലേ? ട്രിവാൻഡ്രത്തെ കൊട്ടാരം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടിയിലുള്ള ഇതിൻ്റെ ആ നിക്ഷേപത്തെക്കാളല്ല, അതിനേക്കാളൊക്കെ വലിയ നിക്ഷേപം മിസ്രൈമിൻ്റെ ഫറവോൻ്റെ എല്ലാം പിടിച്ചിങ്ങെടുക്കുമല്ലേ? എവിടെയൊക്കെ രത്നങ്ങളുണ്ട് മുഴുവനും എവിടെ ഉണ്ട്? ഫറവോൻ്റെ ട്രഷർ അല്ലെങ്കിൽ താൻ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തുണ്ട്. അപ്പം മിസ്രൈമിലെ നിക്ഷേപം അതൊരു ചെറിയ നിക്ഷേപമല്ല, ലോകത്തെ മുഴുവൻ വാങ്ങിക്കാനുള്ള. അതിനേക്കാൾ കർത്താവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അത് മനസ്സിലാകണമെങ്കിൽ തന്നെ, ഇന്ന് ആൾക്കാർക്ക് ഇത് മനസ്സിലാകാൻ കഴിയുന്നില്ലല്ലോ അല്ലേ? അത് മനസ്സിലാകണമെങ്കിൽ കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വേണം. പൗലോസ് പറയുക, റോമാലേഖനം 8-ാം അധ്യായം, ഞാൻ കഷ്ടം സഹിക്കുമ്പോൾ ആ തേജസ്സിൻ്റെ ഘനം വർദ്ധിക്കുന്നു. ഈ കഷ്ടത ചില ഗ്രാമേ ഉള്ളൂ, ലഘുവായ കഷ്ടത. അവിടുത്തെ തേജസ് ടൺ കണക്കിനാണ് തേജസ് ഇല്ലേ? ഈ ചെറിയ കഷ്ടത ഞാൻ സഹിക്കുമ്പോൾ ആ വലിയ തേജസ്സിൻ്റെ ആടെ അക്കൗണ്ടിലാണ്. നമ്മൾ ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ ആ എൻ്റെ പേജ് ആ ലെഡ്ജർ ബുക്കിൽ ഒന്ന് കാണിച്ചു തരണമേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാര്യം പൗലോസിനറിയാം ഈ ഓരോ കഷ്ടവും ഞാനിവിടെ സഹിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ പേജിൽ, ലെഡ്ജർ ബുക്കിൽ എൻ്റെ പേജിൽ എന്തുവാ? ഇൻറ്റു 100 നിന്ന് സഹിക്കുന്നു. ഇൻറ്റു 100. പൗലോസ് ഇവിടെ പറഞ്ഞ പോലെ കലഹം, കഷ്ടത, പട്ടിണി, പ്രയാസം, വേദന, ശരീരത്തിൽ, മനസ്സിൽ, ഏതൊക്കെ രീതിയിൽ ക്ഷീണങ്ങൾ, ക്രിസ്തുവിന് വേണ്ടിയാണോ നീ സഹിക്കുന്നത്? ഇൻറ്റു 100. അപ്പോൾ ഇതിൻ്റെ തേജസ് ആ ഇൻറ്റു 100 ഇൻറ്റു മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത്? അതിന് പൗലോസ് പറഞ്ഞ തേജസ്സിൻ്റെ നിത്യഘനം. അനേകർ അവിടെ
ഈ സ്വർഗീയ തേജസ്സിനാൽ നിറയപ്പെടുമ്പോൾ സ്വർഗത്തിൽ അനേകർ ബൈബിൾ പറയുന്ന പോലെ വലിയ ദേ വിൽ ബീറ്റ് ഫോർ ഇറ്റേർണൽ ഷെയിം, വലിയ നിന്ദയ്ക്കായിട്ട് അവിടെ കാണുന്ന കാര്യം എന്തുവാ? സ്വർഗത്തിലെത്തി, പക്ഷെങ്കിൽ ഒന്നുമില്ല. അവിടുത്തെ സാധാ പട്ടാളം എന്ന് നമുക്ക് വേണേൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ സാധാ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, ഒരിക്കലും അവർക്ക് പിന്നെ കയറി വരാൻ പറ്റത്തില്ല. തേജസ്സുകൾക്ക് വ്യത്യാസമുണ്ട് സ്വർഗത്തിൽ. അതുകൊണ്ട് ഇവിടെ കർത്താവിന് വേണ്ടി കൂടുതൽ കഷ്ടം സഹിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കർത്താവ് അനുവദിക്കുന്ന കഷ്ടം അവിടെ നമ്മൾ ഒന്ന് പഠിച്ചല്ലോ, കൃപ പെരുകും, സ്തോത്രത്തിൽ കവിയണം. ആ സമയത്ത് എന്ത് ചെയ്യണം? സ്തോത്രത്തിൽ കവിയണം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് 5-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിൻ്റെ തുടക്കവും അത് തന്നെ എഴുതിയിരിക്കുന്നത്. ഈ പുറത്തെ ശരീരം പോയാലും കുഴപ്പമില്ല, അഹത്തെ ശരീരം, അഹത്ത് തേജസ്സിനാൽ വർദ്ധിക്കണം. ദൈവമക്കളെ, എത്ര പേരാണ് നമ്മൾ സത്യം പറഞ്ഞു ഇതൊക്കെ നമ്മൾ കേട്ടു, സ്തോത്രം പറഞ്ഞു. ഇന്ന് ഉച്ച കഴിയുമ്പോൾ തൊട്ടുള്ള പ്രാർത്ഥന എന്തുമായിരിക്കും? കർത്താവ് എൻ്റെ ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിക്കണേ. ഭൗമിക വിഷയങ്ങൾ. എന്താ അങ്ങനെ പറ്റുന്നത്? നമ്മൾ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇടപെട്ട്, നമ്മൾ തലയൊക്കെ കുലുക്കി പ്രാർത്ഥിച്ച് വാ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ. ഇനി ആരെങ്കിലോട് ചോദിക്കുക, എങ്ങനെയുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു. ആ കേൾക്കുമ്പോഴേ അറിയാമായിരുന്നൊരു സംതൃപ്തിയില്ല. എങ്ങനെയോ ജീവിച്ചു പോകുന്നു. അത് റോഡിലുള്ളവരും കണ്ട് റോഡിലൊക്കെ വളരുന്ന നാടോടി പിള്ളേരൊക്കെ ഉള്ള മെട്രോ പില്ലറിൻ്റെ ഒക്കെ അടിയിലുണ്ട്, ഇടപ്പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി നാടോടികൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന് അവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അവരും ജീവിച്ചു പോകുന്നു, അവരും കഴിക്കുന്നുണ്ട് ആഹാരം. അതുപോലാണോ കർത്താവ് നമ്മളെ നടത്തുന്നത്? സാത്താൻ എന്തൊക്കെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ശ്രമിച്ചു തകർത്ത് കളയാൻ. പത്രോസിനോട് പറഞ്ഞു, നിന്നെ പാറ്റിക്കളയുവാൻ ഞാൻ അതിനെ അനുവദിച്ചില്ല. കർത്താവ് കൃപയാൽ പോയി നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചാലും പോയില്ല, പുറത്തുള്ള ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം, ശക്തിപ്പെടണം. തേജസ്സിൻ്റെ നിത്യകാലം ആത്മാവിൻ്റെ ശക്തിയാൽ ഈ നിക്ഷേപം വർദ്ധിക്കണം. കർത്താവ് അതിനുവേണ്ടി ഉപസിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് ലഭിക്കുന്നത് വരെയും ഇന്ന് കുഞ്ഞുങ്ങൾ ഷാൽ ബി ഗിവൻ ടു യു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പാടിയില്ലേ? അത് ലഭിക്കുന്നവരെ എന്ത് ചെയ്യണം? മുട്ടണം, ചോദിക്കണം, കർത്താവേ എന്നെ നിറയ്ക്കണമേ. കഷ്ടതയെക്കൂടി വില കൊടുക്കാതെ കിട്ടത്തില്ലല്ലോ. വില കൊടുക്കാതെ ലോകത്തിലൊന്നും കിട്ടാത്ത പോലെ ഈ സ്വർഗീയ നിറവും വില കൊടുക്കാതെ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. ഒന്ന് ബലം പ്രാപിക്കാം. കർത്താവിൻ്റെ കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട. നിങ്ങളെ കർത്താവ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ജീവനാൽ നിറയ്ക്കാൻ പോവാം. അത് കൂടുതൽ ഏറ്റെടുക്കാം, ജീവനോടുകൂടി നടക്കാം. ഈ ജീവനില്ലാതെ ഇന്ന സഭക്കാരാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ദൈവമക്കളെ? പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, സമുദായക്കാരൊക്കെ അതിലും ജീവനോടുകൂടി നടക്കുന്നുണ്ട്. അവർക്ക് ആ ഉള്ള ചെറിയ പ്രത്യാശ, അവരും ക്രിസ്തുവിനെയൊക്കെ വിശ്വസിക്കുന്ന വഴി തെറ്റാന്ന് മാത്രമല്ല. ദൈവമക്കൾ പ്രത്യാശയോട് നിറഞ്ഞിരിക്കാം, ക്രിസ്തുവിൻ്റെ ജീവനോട് നിറഞ്ഞിരിക്കാം. പെറുവെറുപ്പെല്ലാം മാറിപ്പോവും, അധൈര്യം എല്ലാം മാറിപ്പോവും, കൺഫ്യൂഷൻ എല്ലാം മാറിപ്പോവും, നിരാശ എല്ലാം മാറിപ്പോവും. പ്രത്യാശയാൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ.